ആര്യേട്ടാ, ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ, നമ്മൾ ആണുങ്ങളെ ജീവിതത്തിൽ എന്ന് പറയാം സ്പെസിഫിക് ആയിട്ട്, പേടിയെടുത്ത് മാറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ അയാളെ ലൈഫ് എങ്ങനെയാവും? പേടിയെടുത്ത് മാറ്റിയെന്ന് വിചാരിച്ചോളേ, ലൈക്ക് ആ ആൾക്ക് പിന്നെ എന്തൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റും, എന്തൊക്കെ ഇല്ലാതായി മാറും, എന്തൊക്കെ പോസിറ്റീവായ കാര്യങ്ങളുണ്ടാവും, എന്തൊക്കെ നെഗറ്റീവായ കാര്യങ്ങളുണ്ടാവും. ആൻസൈറ്റി ഒക്കെ മാറിയേക്കാം, ക്രൈം റേറ്റ് കൂടാം. ലൈക്ക് ഒരു ഇൻഡിവിജ്വലിന്റെ കാര്യം ഞാൻ പറയണ്ട, ഒറ്റ ഇൻഡിവിജ്വലിന്റെ. ഓക്കെ, ഇത് സംഭവം വെച്ച് കഴിഞ്ഞാല് മൊത്തത്തിലല്ല ഒരു ഇൻഡിവിജ്വലിന് പേടി എന്ന് പറഞ്ഞ സംഭവം ഇല്ല. സത്യം പറഞ്ഞാൽ നമ്മളിങ്ങനെ റീൽ ചെയ്തിട്ടുണ്ട് കുറേ മുന്നേ എപ്പിസോഡില്. എന്ത് പറഞ്ഞിട്ട് പേടി എന്ന് പറഞ്ഞ സംഭവം ഇല്ലാതായി കഴിഞ്ഞാൽ ആളുകൾ കീഴടക്കണ സംഭവങ്ങൾക്ക് ഒരു ലിമിറ്റ് ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. എല്ലാ കാര്യങ്ങളും ആ സംഭവം അത് പേടി എന്ന് പറയാൻ പറ്റില്ല, അതിന് പ്രഡിക്ഷൻ. അതെ, പ്രഡിക്ഷനേക്കാൾ ഉപരി ഈ പറഞ്ഞ ഇപ്പൊ തക്കു പറഞ്ഞ ആ ഒരു പോയിന്റ് ആ എപ്പിസോഡ് എനിക്ക് മനസ്സിലായി. അപ്പം അതിനകത്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ലോകത്തെ ഈ പല സ്വേച്ഛാധിപന്മാരുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവർക്ക് പേടിയെന്നൊരു സാധനം, അവർക്കൊന്നും പേടിക്കണ്ട എന്നുള്ളൊരു അവസ്ഥ വരുമ്പോഴത്തേക്കാണ് അവർ എന്തിനും പുറപ്പെടുന്നത്. ഇപ്പം ഹിറ്റ്ലർ വോട്ടിങ് എടുത്തു പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും അവർക്ക് ഈ ആങ്സൈറ്റി, പേടി. പക്ഷെ അവർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. കംപ്ലീറ്റ്ലി ഇപ്പം പേടി, ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം പേടി എന്ന് പറയുന്ന സാധനം ഇല്ലാണ്ടായി കഴിഞ്ഞാൽ അത് ഒരു ഓവർ കോൺഫിഡൻസ് ആവും. ലൈക്ക് അൾട്ടിമേറ്റ് കോൺഫിഡൻസ് ആണല്ലോ. ഓവർ കോൺഫിഡൻസ് എന്നതിനേക്കാൾ ഉപരി അൾട്ടിമേറ്റ് കോൺഫിഡൻസ്. നമുക്ക് ഒന്നിനും പേടിക്കാണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ അല്ലെങ്കിൽ പ്രസിഡന്റ് അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ അവർക്ക് അധികമൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. കാര്യം ഫുൾ സെക്യൂരിറ്റി ആ ഒരു കൈൻഡ് ഓഫ് ഇതുണ്ടല്ലോ. പക്ഷെ മെൻ്റലി അത് വന്നു കഴിയുമ്പോഴത്തേക്ക് അതെന്തും ചെയ്യാനുള്ള ഒരു ധൈര്യം തരും. ആ ധൈര്യം കൊണ്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം. ലൈക്ക് അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ് ആക്ച്വലി. പേടിയില്ലാത്ത ഒരാൾക്ക്, ഒരു വിഷൻ ഇല്ലാത്ത ഒരാൾക്ക് പേടി ഇല്ലാതാവണമെന്നാണ് വൺ ഡേഞ്ചർ. എന്നുവെച്ചാൽ അയാൾക്ക് എന്തും ചെയ്യാം, അയാൾ എന്തും ചെയ്യും. ഒരു മെഡിക്കൽ ഇതുണ്ട്, ഇങ്ങനത്തെ മെഡിക്കൽ കണ്ടീഷൻ ഉണ്ട്. ഞാൻ പണ്ട് വായിച്ചിട്ടുണ്ട്, അതാണ് ഇപ്പം ഞാൻ നോക്കി. പക്ഷെ എനിക്കത് കറക്റ്റ് കിട്ടിയില്ല. ഒരു ലേഡി ഇതേപോലെ പേടി ഉള്ള ലേഡിക്ക്, അവരുടെ ഒരു മെഡിക്കൽ കണ്ടീഷനാണ്. എന്നിട്ട് അവരിങ്ങനെ ഭയല്ല, എന്നിട്ട് അതിങ്ങനെ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ആക്സിഡന്റിൽ ഇങ്ങനെ ചാടി ഇങ്ങനെ മരിക്കുന്നല്ല, പക്ഷെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടാണ് അവർ മനസ്സിലാക്കുന്നത് ഒരു പേടി എന്ന് പറഞ്ഞ സംഭവം ഈ കുട്ടിക്കില്ല എന്നുള്ളത്. അങ്ങനെ ഒരു മെഡിക്കൽ കണ്ടീഷനിലൊരു സ്റ്റോറി ഉണ്ട്, ഒരു മിഡ് ഏജ്. അത് ഞങ്ങൾ പറഞ്ഞു തന്നത് ഇതിന്റെ എന്താണ് പോസിറ്റീവ് ആയിട്ടാണ് നമ്മൾ ഡിപ്രഷനിലേക്ക് ലീഡ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. പക്ഷെ പേടി എന്ന് പറഞ്ഞത് ഡിപ്രഷൻ്റെ അതിൻ്റെ ഒരു കോമ്പണൻ്റ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്താ വെച്ചാൽ ഡിപ്രഷൻ വരാൻ പേടി ഒരു വലിയൊരു കാര്യമല്ല. പേടി ശരിക്ക് അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ എവല്യൂഷണറി കാര്യങ്ങളെല്ലാം നോക്കുകയാണെങ്കിൽ അന്നത്തെ കാലത്ത് മനുഷ്യനൊരു മൃഗത്തിനെ പേടി, ആ പേടി ഉണ്ടായതുകൊണ്ട് അവരുടെ ആ സർവൈവൽ നിലനിന്ന് പോയത് അല്ലേ? എങ്ങനെ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത്? ഒരാള് സർവൈവ് ചെയ്യണമെങ്കിൽ ആൾക്ക് ആ പേടി ഉണ്ടാകണം, എന്തെങ്കിലും മൃഗങ്ങളോ കാര്യങ്ങളോ അറ്റാക്ക് ചെയ്യാൻ വരും എന്നുള്ള ആ ഒരു പേടി, ആ ഒരു ആങ്സൈറ്റി കാരണമാണ്. അതൊരു സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ് ആണ്, ഒരു മനുഷ്യനുള്ള ഒരു സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ് ആണത്. അതാണ് നമ്മളെ ഹ്യൂമൻ റേസിനെ മുന്നോട്ട് നയിക്കുന്നത്. അത് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ഇതിങ്ങനെ ഉണ്ടാവില്ല. മുന്നിൽ നടക്കുന്ന കാര്യങ്ങളും. പക്ഷെ നമ്മളെപ്പോലത്തെ സാധാരണക്കാരനായ ആൾക്കാരിൽ തന്നെ അവർ പല കാര്യങ്ങളും ചെയ്യാൻ പേടിക്കാത്തതുകൊണ്ടാണെന്ന് നമുക്ക് പല വഴികളും വെട്ടി തുറന്ന്. അതല്ല ഈ പറഞ്ഞ സർവൈവലിനകത്ത് വരും. അതെ, നമ്മളിപ്പം എന്താ പറയാ, എന്തൊരു സാധനമായാലും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളായാലും ഒക്കെ നടക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പേടി ഇല്ലാതാവുമ്പോഴാണ്. അല്ലെങ്കിൽ ചിലർ പറയും ഈ ദൈവത്തിന് ഭയം എന്നൊക്കെ പറയും. അപ്പം ഈ ദൈവഗണം തേടിപ്പോയ ഇപ്പം ആ ഇൻവെൻഷന് വേണ്ടി ആൾക്കാർ ദൈവവിശ്വാസികൾ തന്നെ ഇറങ്ങി തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പേടി ഇല്ലാതാവുന്ന സമയത്താണ്. പക്ഷേ അൾട്ടിമേറ്റ്ലി എന്തിനെങ്കിലും ഒക്കെ ഒരു പേടി വേണം. ഒരു അതെ, ഒരു ഇത് ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഭയങ്കര പ്രശ്നമായിരിക്കും. അത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്താ പറയുക, ഈ റോബോട്ട് വരുന്ന കാലം എന്നൊക്കെ പറയുന്നിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ എക്സ്ട്രീം ഒക്കെ കണ്ട് ആൾക്കാർ പ്രഡിക്റ്റ് ചെയ്യുന്ന അതൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് പേടിപ്പിക്കുന്ന സാധനമാണ്. അത് മനുഷ്യനെയാണ് പേടിപ്പിക്കുന്നത്. ആ മെഷീൻസിനെ നോക്കിയേ, മെഷീൻസിന് ആ ഒരു വികാരം ഇല്ലാതെയാണ് അതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. അത് ശരി, ഞങ്ങൾ പറഞ്ഞ പോയിന്റ്. അപ്പം നമ്മളെ നിയമങ്ങളൊക്കെ മാറ്റി വെച്ചു മനുഷ്യന് എന്തും ചെയ്യാന്നുള്ള റൂൾ എത്തിയിട്ടുണ്ടെങ്കിൽ ഈ ലോകം ഒരു 15 മിനിറ്റൊക്കെ ഉള്ളു നിൽക്കുക. ലോകം അങ്ങനെ നമുക്ക് റൂൾസ് ഇല്ല, കോടതി ഇല്ല, പോലീസ് ഇല്ല. പക്ഷേ എല്ലാ ഇൻഡിവിജ്വൽസിലേക്കും വരുമ്പോഴത്തേക്ക് ഇപ്പൊ നമ്മളിവിടെ 5 പേരിരിക്കുന്നത് എല്ലാവർക്കും പേടിയില്ലായത് പെട്ടെന്നൊരു വരം തന്നു കഴിഞ്ഞാൽ അഗെയിൻ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് അൾട്ടിമേറ്റ്ലി വരുമല്ലോ. അന്നേരവും എങ്ങനെ നമ്മൾ സർവൈവ് ചെയ്യുന്നു, ആര്
സർവൈവ് ചെയ്യുന്നു എന്നുള്ളത് വേറെ ഫാക്ടേഴ്സിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും. ചിലപ്പോൾ ഇതിനകത്ത് ശക്തിയുള്ളവനായിരിക്കും ജയിക്കുന്നത്, ബുദ്ധിയുള്ളവനായിരിക്കും ജയിക്കുന്നത്. പേടി മാത്രം എടുത്ത് കളഞ്ഞതുകൊണ്ട് 15 മിനിറ്റ്സിലെ ലോകം ഇല്ലാതാകുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. മാസ് പീപ്പിളുടെ ഇടയിൽ ഇത് ചെയ്തിട്ടുണ്ടെങ്കിലോ പേടി മാറ്റില്ല, നിയമം പാരാമീറ്റേഴ്സ് വരുന്നതാണ്. ഇപ്പൊ ഞാൻ പറയട്ടെ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ മൃഗങ്ങളുടെ ഇടയിലൊക്കെ അവര് ഹണ്ട് ചെയ്തൊക്കെയാണ് പ്രൈസിന്. അപ്പൊ അവരുടെ ഇടയിൽ മനുഷ്യന്മാർ അത്ര പോലും പേടി എനിക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല ഈ ഹണ്ട് ചെയ്ത് ചെയ്യുന്ന മൃഗങ്ങളുടെ ഇടയിൽ. അപ്പോ അവരും മൃഗങ്ങളുടെ ഇടയിൽ അതാണ് മനുഷ്യന്മാർ വ്യത്യസ്തരായതുകൊണ്ടാണ് നമുക്കിടയിൽ നിയമങ്ങൾ വന്നതും പിന്നെ കുറേ റിലീജിയൻസ് വന്നതും റിലീജിയൻസിൽ നിയമങ്ങൾ വന്നത് എന്താ വെച്ചിട്ടാ, നിയമങ്ങളെ പേടിക്കാത്ത ആൾക്കാർ മതങ്ങളെ പേടിക്കുന്നു, ദൈവങ്ങളെ പേടിക്കുന്നു. മനസ്സിലായോ? അപ്പോൾ ആ ഒരു നമുക്ക് അതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ, ഒന്നിനും പേടിക്കണില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു 2024 നമ്മളീ ലോകം ഒരു 10 മിനിറ്റ് നിൽക്കുമോ? എത്ര കൺട്രീസ് എല്ലാവരും പേടിയും പോയിട്ടുണ്ടെങ്കിൽ ഈച്ച് അത്ര അറ്റാക്ക് ചെയ്യില്ല കൺട്രീസ് തമ്മിൽ. യെസ്, എക്സാക്ട്ലി, അതാണ് എന്റെ പോയിന്റ്. ബേസിക്കലി ഇപ്പൊ നമ്മളെല്ലാവരും ഒരു പ്രഷറിന്റെ പുറത്തേക്കാണ് നിൽക്കുന്നത്. നമുക്കിപ്പോ ഇപ്പൊ ഞാനൊരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്കത് ചെയ്യാതിരിക്കാനുള്ള പല കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ നമ്മൾ പേടിക്കണില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് അത് ചെയ്യും. അപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒരു രാജ്യത്തിന് മറ്റു രാജ്യത്തിന് അറ്റാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാണ്ട് ഇരിക്കാൻ വല്ല കാരണങ്ങൾ പേടിക്കുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് അറ്റാക്ക് ചെയ്യും. അതെ, അത് എന്നുള്ള പേടി, മറ്റേ ഹൈഡ്രജൻ പേടികൾ. അരിയേട്ടന് പേടിയില്ല എന്നുണ്ടെങ്കിൽ അരിയേട്ടൻ ചെയ്യുന്ന ഫസ്റ്റ് കാര്യം എന്തേ കാര്യം? പേടിയില്ല പേടിയില്ലാന്നുണ്ടെങ്കിൽ മൈക്കിന്റെ പേടിയില്ലാന്നുണ്ടെങ്കിൽ തീരെ, പക്ഷെ പേടിയില്ലാണ്ടായാൽ മാത്രം പോരല്ലോ. എനിക്കിപ്പം മെസ്സിന്റെ കൂടെ പോയി കളിച്ചിട്ട് എന്താ പറയുന്ന ഒന്നും കൂടെ ഒരു വേൾഡ് കപ്പ് എനിക്ക് അടിച്ചാൽ കൊള്ളാന്നുണ്ട് ഇന്ത്യക്ക്. അതിനുള്ള പേടിയില്ല, പക്ഷെ എന്നുള്ള കഴിവുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫാക്ടേഴ്സ്. നമുക്കിപ്പോ എല്ലാവർക്കും പേടിയില്ല. എനിക്കിപ്പോ എന്റെ അടുത്ത് പറയാ, നാളെ നിനക്ക് മെസ്സി ആയിട്ടൊരു കളിയുണ്ട് എന്ന് പറയാ, ഓക്കെ, പേടിയില്ല. പേടിയുള്ള ആൾക്കാരുണ്ടാവും, പേടിയുള്ള ആൾക്കാരുണ്ടാവും. ആ പേടി എനിക്കിപ്പോഴും പേടിയില്ല, അത് വേറെ കാര്യം. പക്ഷെ അത് പേടിയില്ലാത്ത ആൾക്കാരുണ്ടാവും. ഇപ്പം വേറെ പേടിയില്ല എന്നുണ്ടെങ്കിൽ അത് ഏറ്റവും മോശം രീതിയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഇപ്പം എനിക്ക് കുറേ പൈസയ്ക്ക് ആവശ്യമുണ്ട്, എനിക്കിപ്പോൾ ബാങ്ക് കൊള്ളയടിക്കാൻ എനിക്കിപ്പോൾ ഭയങ്കര പേടിയാണ്. പക്ഷെ എൻ്റെ പേടി എടുത്ത് കളയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ട്രൈ ചെയ്യും. പക്ഷെ ഞാൻ സക്സീഡ് ആവണമെന്നുള്ളത് എൻ്റെ കഴിവിൻ്റെ പൂട്ട് കൊത്തി തുറക്കാനുള്ള കഴിവിനനുസരിച്ച്. അതാണ് ആ ഫാക്ടേഴ്സ് വേണം, കഴിവിനനുസരിച്ചിരിക്കും. പിന്നെ മാനസികമായിട്ട് അത് നമുക്ക് ചില കാര്യങ്ങൾക്ക് തരുന്നൊരു മുൻതൂക്കമുണ്ട്. ഇപ്പം നീ പറഞ്ഞ മെന്റൽ ഫാക്ടർ ഉണ്ടല്ലോ, അത് എവിടെയാണ് അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സംസാരിക്കാൻ ഒരു സ്റ്റേജ് ഫിയർ ഉള്ള ആൾക്കാരുണ്ടാവും. മനസ്സിലായില്ലേ? ഒരു സ്റ്റേജിൽ കയറി ഒരു പ്രസൻറ്റേഷൻ ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂമിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു 10 പേരുടെ ഫ്രണ്ടിൽ അഡ്രസ്സ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള പേടിയുള്ള ആൾക്കാർ. ഒരു എക്സാമ്പിൾ പറയാം, അങ്ങനെ ആൾക്കാരുണ്ടാവും. ഫുട്ബോൾ കളിക്കാൻ ഭയങ്കര കഴിവുള്ള ആളുണ്ടാവും. പക്ഷേ ഈ പറയുന്ന കണക്ക് നാളെ നീയായിട്ട് മെസ്സിയായിട്ട് കളി എന്ന് പറയുമ്പോഴത്തേക്ക് മുട്ടുവറ, പനി, മനസ്സിലായില്ലേ? അപ്പം ഒരു എക്സാമ്പിൾ പറയാം, അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും. അപ്പം അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് പേടി എടുത്ത് മാറ്റി കഴിഞ്ഞാൽ അത് ഭയങ്കര ഇതായിരിക്കും. അതിന് നമുക്ക് ഒരുപാട് ആൾക്കാർ ട്രൈ ചെയ്യുന്നുണ്ട്. ഇപ്പം നല്ല സൈക്കോളജിസ്റ്റുകളായാലും സൈക്കാട്രിസ്റ്റുകളായാലും ഒക്കെ അതിനുള്ള വഴികൾ പറഞ്ഞു കൊടുക്കും, ലൈക്ക് ടു ഓവർകം ദ ഫിയർ. അത് പക്ഷെ അത് പെട്ടെന്ന് എടുത്തു കളയാനൊരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ്. അതായത് ലോകത്തിനെ വളരെ നല്ല രീതിയിൽ മുന്നേറാൻ സഹായിക്കുന്ന ഒരു നല്ലൊരു സാധനമായിരിക്കും. പക്ഷെ അത് ആ കറക്റ്റ് ആൾക്കാരിൽ എത്തണം. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇപ്പം പറഞ്ഞ പോലെ കുറച്ചൊക്കെ ഒരു പേടി വേണം, നമ്മളൊരു തെറ്റ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അതെ. പക്ഷെ നമുക്ക് വേണ്ടാത്തൊരു പേടി എന്ന് പറഞ്ഞാൽ നാട്ടുകാരെന്ത് വിചാരിക്കും, അങ്ങനത്തെ സാധനങ്ങളുണ്ടല്ലോ. നാട്ടുകാരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ഞാനിത് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളാണ് ലോകത്ത്. അത് ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും വിചാരിച്ച് ചെയ്യാണ്ടിരിക്കുന്ന അങ്ങനത്തെ കൈൻഡ് ഓഫ് പേടികൾ നമ്മൾ മാറ്റണം, ഒഴിവാക്കണം. അത് ഒഴിവാക്കണം. ബട്ട് ഈ ക്രൈം ചെയ്യാനുള്ള അങ്ങനത്തെ പേടികൾ സ്വാഭാവികമായിട്ടും വേണം. പക്ഷെ അങ്ങനത്തെ പേടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ക്രൈം ചെയ്യുകയാണെങ്കിൽ എന്താ സ്വാഭാവികമായിട്ട് നമ്മൾ ഇപ്പോൾ ജയിലിൽ പോകും, പോലീസ്, അങ്ങനത്തെ ആ ഒരു സിസ്റ്റം തന്നെ ഉണ്ടാക്കിയെടുത്ത പേടികളാണത് അല്ലേ? സിസ്റ്റത്തിനെയാണ് പേടിക്കുന്നത്. അപ്പോൾ ആ സിസ്റ്റം മനുഷ്യരെന്നെ ഉണ്ടാക്കിയ സിസ്റ്റമാണ്. അതെ, മനുഷ്യർ തന്നെ ഉണ്ടാക്കിയാണ്. നമ്മൾ നിശ്ചയം പറഞ്ഞ പോലെ വീട്ടുകാരെക്കാരും, ഞാനൊക്കെ ഏറ്റവും കൂടുതൽ പേടിച്ചിരുന്നത് വീട്ടുകാരെയാണ്, നാട്ടുകാരെക്കാട്ടിലും. എൻ്റെ ഉമ്മ എങ്ങനെ റിയാക്ട് ചെയ്യുമോ ഈ കാര്യത്തിന്, പല കാര്യങ്ങളും ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് അതാണ് ആദ്യം മനസ്സിൽ വരില്ല, നാട്ടുകാരുടെ എന്താവും എന്നുള്ളതല്ല. പിന്നെ ഞാൻ ഇവിടെ വന്നപ്പോൾ പിന്നെ ഒന്നുമില്ലല്ലോ, നമ്മളെ പട്ടത്തിൻ്റെ നൂല് അറ്റുപോയി. പിന്നെ ആ പട്ടത്തിന് എങ്ങോട്ടും പറക്കാന്നുള്ളതാണ്, എങ്ങോട്ടും അല്ല, സാഹിത്യപരമായിട്ട് പട്ടം പറന്നു. അല്ല, ഞാൻ കാര്യം പറയാം, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, പല ആൾക്കാരും നിയമങ്ങളെക്കാട്ടിലും പേടിക്കുന്നത് ദൈവങ്ങളെക്കാരും. പല മതത്തിലുള്ളവരും, ഏത് മതത്തിലുള്ളവരാരും. അതെ, ഈ ലജ്ജൊക്കെ എടുത്ത് കളഞ്ഞ മനുഷ്യന്മാർ
ഐ മീൻ ഈ ചില മനുഷ്യന്മാരിതിൽ പറഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. ഒരു നമ്മൾ പറയും കണ്ണുച്ചോരൊക്കെ ഇല്ലാത്ത മനുഷ്യന്മാർ, അങ്ങനത്തെ മനുഷ്യന്മാർ ഇഷ്ടം പോലെ ഉണ്ട് ലോകത്ത്. ലോക നേതാക്കളുടെ ഇപ്പൊ നടക്കുന്ന അറിയാൻ പറ്റും. അങ്ങനത്തെ ആൾക്കാർക്ക് എന്ത് നിയമം, ഓരോന്നും ഒരു നിയമം അവർക്ക് പേടിയുള്ള, ചിലപ്പം പേടിയുള്ള, ചിലപ്പോൾ ഒരു കംപ്ലീറ്റ്ലി സൈക്കോ ആയി മാറിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒന്നിനും പേടിയുണ്ടാവില്ല. ഞാൻ പലപ്പോഴും ഈ നേതൃത്വത്തിനൊക്കെ ആരെയാ പേടിക്കുന്നത്? മൂപ്പർക്കൊന്നും ഒരു പേടിയില്ലാത്ത രീതിയിലുള്ള ആക്ടിവിറ്റീസ് ആണ് മൂപ്പരൊക്കെ ലോകത്തിന് ലൈക്ക് എല്ലാവർക്കും അറിയാം. ലൈക്ക് ആ ഒരു രാജ്യത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഇന്ന പുള്ളിക്കാരനാണ്, വാട്ട് ഹി ഈസ് ഡൂയിങ് എന്ന് ലോകത്തിന് മൊത്തം അറിയാം. ആൻഡ് ലിറ്ററലി ഹി ഈസ് നോട്ട് അഫ്രൈഡ് ഓഫ് എനിത്തിങ് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. പുള്ളിയുടെ കയ്യിലൊന്നും ആരുടെയും പ്രഷറില്ല. ലൈക്ക് ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ എക്സാമ്പിൾ, ഇപ്പോൾ ഹിറ്റ്ലർ, അതേ കണക്കുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് ലൈക്ക് മണി, പവർ എന്നുള്ള സാധനം വരുമ്പോഴത്തേക്ക് പിന്നെ ദൈവഭയം എന്നുള്ള സാധനം മാത്രമാണ് അവരുടെ മുമ്പിലുള്ളത്. ഞാൻ ഒരുപാട് തവണ പറഞ്ഞൊരു കാര്യമാണ്, മണി വന്ന ഒരാൾക്ക് പിന്നെ അയാളെ ലക്ഷ്യം എന്ന് പറഞ്ഞ പവറാണ്. പവറും മണി ഒരുപോലെ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരാണ് ഈ ഡിക്റ്റേറ്റർമാരായി മാറിയിട്ടുള്ളത് ലോകത്ത്. ഹിറ്റ്ലർ, ഇപ്പം നെതന്യാഹു അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓർക്ക് അമേരിക്ക കൺട്രോൾ ചെയ്യാൻ പറ്റും. എന്ത് ICJ ഒക്കെ ഓർഡർ ചെയ്തിട്ട് എന്ത് കാര്യം? അപ്പോൾ നമ്മൾ ആ പൊളിറ്റിക്സിക്ക് പോകുന്നില്ല. നമ്മൾ ഇന്നില്ലേ, എനിക്ക് ഈ ടോപ്പിക്ക് പറഞ്ഞ് സംസാരിച്ചത്, നമ്മൾ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് മുമ്പ്. പക്ഷേ മെൻസ് സ്പെസിഫിക്കായിട്ട് ആണുങ്ങളെ മെൻ്റൽ ഹെൽത്ത് എന്ന് സംസാരിക്കുമ്പോൾ ഞാനിന്ന് അരിയേട്ടനെ വിളിച്ചിരുന്നു. അരിയേട്ടനോട് ഞാൻ പറഞ്ഞു, അരിയേട്ട നമുക്കിങ്ങനെ ഇത് സംസാരിച്ചാലോ എന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ ഇതിന് ഈ ഒരു ടോപ്പിക്കിന് നമ്മൾ പ്രിപ്പയർ ഇപ്പോൾ ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിലും, ഇപ്പോൾ മലയാളത്തിലായാലും ഇംഗ്ലീഷിലായാലും നമ്മൾ ഇതിൻ്റെയൊക്കെ പഠിക്കാൻ പറ്റിയ മെറ്റീരിയൽസ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് സിമിലറാണ്. ഞാൻ പറയാൻ കാരണം നമ്മൾ ആൾക്കാർ കേട്ടുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ്. നമ്മളെ മനസ്സിൽ നിന്ന് നമ്മളെ എക്സ്പീരിയൻസ് പറയുമ്പോൾ അത് ഡിഫറെൻ്റ് ആവും. കുറേ ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ എൻ്റെ ബ്രേക്കപ്പ് സ്റ്റോറി, അല്ലെങ്കിൽ പാരിസിൻ്റെ ബ്രേക്കപ്പ് സ്റ്റോറി, നിസിൻ്റെ ബ്രേക്കപ്പ് സ്റ്റോറി, അല്ലെങ്കിൽ തക്കുവിൻ്റെ, അരിയേട്ടൻ്റെ, ആരുതാവട്ടെ, അത് നമ്മൾ ഡീൽ ചെയ്യേണ്ട ആവില്ല വേറൊരാൾ ഡീൽ ചെയ്യുക. നമ്മളെ ഡീലിംഗ് വേ വേറൊരാൾക്ക് ചിലപ്പം ക്രിഞ്ചായി മാറിയേക്കാം, ക്രിഞ്ച് പോലെ തോന്നിയേക്കാം, അല്ലെങ്കിൽ അതൊരു ഹീറോയിസം പോലെ തോന്നിയേക്കാം. അപ്പോൾ ഞാൻ അരിയേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, അരിയേട്ട ഈ ടോപ്പിക്ക് നമ്മൾ കൂടുതൽ റെഫറൻസും കാര്യങ്ങളും വീഡിയോസൊന്നും നിങ്ങൾ കാണാതെ നിങ്ങളെ ജീവിതത്തിൽ നിന്നുള്ള അനുഭവങ്ങൾ പറയുക, നിങ്ങൾക്കൊക്കെ ഉണ്ടായിട്ടുള്ള. ഓക്കെ, അപ്പോൾ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളൊക്കെ ഓണസ്റ്റ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ പറയണം കേട്ടോ. നിങ്ങളെ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങൾ, നിങ്ങളെല്ലാവരും കരഞ്ഞിട്ടുണ്ടോ? നിങ്ങളൊക്കെ ലാസ്റ്റ് കരഞ്ഞത് എപ്പോഴാണ്? നിങ്ങളെപ്പോഴാണ് ലാസ്റ്റ് കരഞ്ഞത്? അരിയേട്ടൻ പറയും. അല്ല ഇന്ന് മുതിർന്ന ആളുണ്ടാകുമ്പോൾ അരിയേട്ടാ എനിക്ക് ഇന്ന് ഉറക്കം വരില്ല, നിങ്ങളെ ഫസ്റ്റ് ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അരിയേട്ടൻ ഇവിടെ ഉണ്ടായിട്ട് ആ വയസ്സിന് എത്ര കമ്മിയാ ഫാരിസിനോട് ചോദിച്ചില്ല. എനിക്ക് ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്, ഞാൻ പറയാം. നിങ്ങൾക്ക് ഉണ്ടായ സിറ്റുവേഷൻസ് പറയാം. ഫാരിസ് തുടങ്ങി. ഞാൻ തുടങ്ങിയ കാരണം കേട്ടോ, എല്ലാം പുറത്തു പറയാൻ പറ്റിയ കാര്യങ്ങളല്ല. അതെന്താ വെച്ചാൽ ഇപ്പൊ നമ്മളെ ജീവിതത്തിൽ വലിയ സംഭവം തോന്നുന്ന കാര്യം വേറെ നിസ്സാര കാര്യമായിരിക്കും. അതുകൊണ്ട് ചിലപ്പോ നമ്മള് കരയുന്ന കാരണം വേറെ ആൾ കേൾക്കുമ്പോ അയാൾ ചെറുതായിട്ട് തോന്നാം, ഇതിനൊക്കെ കരയെന്ന് ചോദിക്കും. ഞാനൊക്കെ കരയണത് ആരും കാണിക്കാതെ ഇരിക്കും. അല്ല പൊതുവെ മെൻസ് അങ്ങനെയെന്ന് പറയാം, അതൊരു സ്റ്റിഗ്മയാണ് സത്യം പറഞ്ഞാല്. ആളുകൾ കരയാൻ പാടില്ല, സ്റ്റിഗ്മ ഉണ്ട്. പെണ്ണുങ്ങൾ കരഞ്ഞു കഴിഞ്ഞാലും കുഴപ്പമില്ല അല്ലേ? ആളുകൾ എന്ത് വിചാരിക്കും. പിന്നെ അങ്ങനത്തെ ഒരു സൊസൈറ്റൽ എക്സ്പെക്ടേഷൻ നമ്മൾ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആണുങ്ങൾ എപ്പോഴും സ്ട്രോങ് ആയിരിക്കണം, ആണുങ്ങൾ കരയാൻ പാടില്ല, ആണുങ്ങൾ എപ്പോഴും മെന്റലി സ്ട്രോങ് ആവണം. അത് മാത്രമല്ല, നമ്മളൊരു കരയുന്ന ആണാണെങ്കിൽ ഈ സമൂഹം അവനെ ആണായിട്ട് കാണൂല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഫ്രണ്ട് സർക്കിളിലായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളെ ഈ സമൂഹത്തിലായിക്കോട്ടെ, നമ്മളെ അറ്റ്മോസ്ഫിയറിലായിക്കോട്ടെ, കരഞ്ഞു കഴിഞ്ഞാൽ ഒരു വീക്കായിട്ടുള്ള ഒരാൾ എന്നുള്ള രീതിയിലാണ് അവനെ സമൂഹം കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളാരും ഞാൻ വീക്കാണ് എന്ന് പുറത്ത് കാണിക്കാൻ ആഗ്രഹിക്കാത്ത ആൾക്കാരാണ് ഓരോ ഇൻഡിവിജ്വൽ. അതാണ് ഞാനോ നിങ്ങളോ ഫാരിസോ ആരോ ആയിക്കോട്ടെ, ഞാൻ വീക്കാണെന്ന് നമ്മൾ എവിടെയും കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും കരയുന്ന ഒരാണിനെ അല്ലെങ്കിൽ കരയുന്ന ഒരു പെണ്ണിനെ വീക്കായിട്ട് കാണുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അത് ഹൈഡ് ചെയ്യാനാണ് ആൾക്കാർ ശ്രമിക്കുക. അല്ല, പൊതുവെ എന്താ പറയുക, ഇപ്പം നമ്മൾ ചിലപ്പോൾ കുടുംബങ്ങളിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ പല ആളുകളും ഉമ്മമാര് കരയണ കണ്ടിട്ടുണ്ടാവും, പക്ഷെ ആരും ബാപ്പമാര് കരയുണ്ടാവില്ല അല്ലേ? നമ്മൾ വിചാരിക്കും വാപ്പ കരയണല്ലേ, പക്ഷെ വാപ്പ കരയുണ്ട്, പക്ഷെ വാപ്പാന്റെ പ്രൈവറ്റ് സ്പേസിലായിരിക്കും അത് കരയുന്നത്. ഇപ്പൊ നമ്മൾ ഓരോരുത്തരും ഇത് കേൾക്കുന്ന ഓരോരുത്തരും നമ്മളെ ഫാമിലിയിൽ ഒന്ന് ചിന്തിച്ചാൽ മതി, ഒന്ന് ബാക്കോട്ട് ചിന്തിച്ചാൽ മതി. പലപ്പോഴും നമ്മൾ ഉമ്മമാരോ അല്ലെങ്കിൽ നമ്മളെ അനിയത്തിമാരോ ഏട്ടത്തിമാരോ കരയുന്നത് കണ്ടിട്ടുണ്ടാവും, പക്ഷെ നേരെ മറിച്ച് നമ്മളെ ഉപ്പമാരോ മൂത്താപ്പമാരോ കരയുന്നത് നമ്മൾ ഒരിക്കലും കണ്ടിട്ടുണ്ടാവില്ല.
ഈ പിന്നെ ഉപ്പമാര് കരയുണ്ട് എന്ന് പറയുന്ന കാര്യം വളരെ ഉള്ളതാണ്. പക്ഷെ കരയുണ്ട്. അവരാ ഒരു 95% ആൾക്കാരും കണ്ടിട്ടുണ്ടാവില്ല ഉപ്പമാര് കരയുന്നത് കേട്ടോ. നമ്മളെ മലബാർ ഏരിയത്തെ കാര്യമാണ് ആര്യേട്ട പറയുന്നത്. മൊത്തത്തിൽ അങ്ങനെയാണ്. അല്ല, മനസ്സിലാക്കിയെടുത്തോളം. ഓക്കെ, എന്നാ പിന്നെ എന്താ പറയാ, ഇത് ഈ ഞാൻ പറഞ്ഞോളൂ. ഇതിനകത്തൊരു സംഭവം അതുകൊണ്ടല്ല ഈ പാരിസ് അപ്പോ ലാസ്റ്റ് കരഞ്ഞതെന്നാ? ലാസ്റ്റ് കരഞ്ഞത് പബ്ലിക്കലി കരഞ്ഞിട്ടുണ്ടോ? ഒറ്റയ്ക്ക് കരഞ്ഞല്ല, ബാത്റൂമിൽ കയറി കരഞ്ഞൊന്നും വേണ്ട. കരഞ്ഞിട്ടുണ്ടോ ആരെങ്കിലും കാണാം? ഉമ്മയോ വാപ്പയോ വേണ്ടപ്പെട്ടോ ഏറ്റവും അടുത്ത ഫ്രണ്ടോ കണ്ടിട്ടുണ്ട്. ഒരു വർഷം മുന്നേ. ആരുടെ കൂടെ ഇരുന്ന് കരഞ്ഞിട്ടില്ല? നമ്മളെ പറയാറ്റില്ല, ഫ്രണ്ടിന്റെ കൂടെ. ഓക്കെ, ഒരു ഫ്രണ്ട്. തക്കുവോ? ഞാൻ കരഞ്ഞത് ലാസ്റ്റ് കഴിഞ്ഞ പെരുന്നാളിന്. ഒറ്റക്കോ അതോ? അല്ലല്ല, എല്ലാരും ഉണ്ടേനി. എന്തിനാ മിസ്സായിട്ട്? ഞാൻ ഉണ്ടായിരുന്നവന്റെ കൂടെ. ഞാൻ ഉണ്ടായിട്ടല്ല, എന്റെ ഇപ്പൊ റബ്ബ ഉണ്ടേനി. ബിരിയാണി ഇട്ടായിട്ടല്ല നമ്മള് ആ സമയത്ത് കണ്ടു. റബ്ബ സിദാനൊക്കെ കണ്ട എന്റെ കൂടെ ഉണ്ടായിനെ. ഓലൊക്കെ കണ്ടു. കാരണം ഓരിന്റെ അടുത്തായിരിക്കണേ പള്ളിയിൽ നിസ്കരിച്ച. അപ്പൊ ഞാൻ നിസ്കരിച്ചതിന് എണീച്ചപ്പോ അപ്പോഴാണ് എൻ്റെ ഉമ്മ വിളിക്കണത്. അപ്പൊ ഫോൺ എടുത്തപ്പോ വീട്ടിലെ മക്കളൊക്കെ കണ്ടു. അപ്പൊ അതൊന്നും എനിക്ക് പ്രശ്നമില്ല, ഓക്കെ കഴിഞ്ഞ്. അപ്പോഴാണ് ഞാൻ അത് കഴിഞ്ഞ് നേരെ ഞാൻ സ്ക്രോൾ ചെയ്യണത് ഈ ഫലസ്തീനിലുള്ള വീഡിയോസാണ്. അപ്പോൾ ഒരു കുട്ടീനെ വന്നിട്ട് ഒരു 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 പാത്രം കാണിച്ചു വരുന്നുണ്ട്. അപ്പോൾ പാത്രത്തിൽ ഭക്ഷണമില്ല. അപ്പോൾ ഒരു ചോദിക്കുകയാണ് ഭക്ഷണം തരുമെന്ന്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഞാൻ ഇങ്ങനെ ഒരു വിഷമം വന്നു ഉള്ളില്. മനസ്സിലായോ? ആര്യേട്ടൻ അങ്ങനെ ഞാൻ ലാസ്റ്റ് കരഞ്ഞാണെങ്കിൽ ലാസ്റ്റ് ഒരു 30 days ഉള്ളിൽ കരഞ്ഞിട്ടുണ്ട്. പക്ഷേ പബ്ലിക്കായിട്ടല്ല, സോറി, പ്രൈവറ്റ് ആയിട്ട്. അത് കാരണം പേഴ്സണൽ റീസൺസ് ആണ്. അതായത് വീട്ടുകാരെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. മിസ് ചെയ്യുന്നതെല്ലാം സെറ്റപ്പ് ആയിട്ട് ഞാൻ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുമ്പോ ഒരു പാട്ട് കേട്ടപ്പോ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തു. ശരിക്കും സ്ട്രൈക്ക് ചെയ്ത് എനിക്ക് പെട്ടെന്ന് കാണണമെന്നായി. അങ്ങനത്തെ ഒരു കരച്ചിൽ കരഞ്ഞിട്ടുണ്ട്. പിന്നെ അതല്ലാണ്ട് പലപ്പോഴും കരഞ്ഞിട്ടുണ്ട്. പല ലൈഫ് സിറ്റുവേഷൻസ് ആലോചിച്ച് കരഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇതിന്റെ ഒരു സാഹചര്യത്തിലാണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളെ വീട്ടിലൊക്കെ പെരുന്നാളൊക്കെ ആകുമ്പോൾ എസ്പെഷ്യലി ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കുക, വലിയ പരിപാടിയൊക്കെ. അപ്പൊ നമ്മൾക്ക് ആ ഫോട്ടോ ഒക്കെ അയച്ചിട്ട് അപ്പം അതൊക്കെയാണ് നമ്മൾ കാണുന്നത്. പെരുന്നാൾ നമ്മൾക്കും അതേപോലെ നമ്മളൊന്ന് ഉഷാറായിട്ട് പുറത്ത് ഭക്ഷണം കഴിച്ചു പരിപാടികൾ കഴിഞ്ഞു. അപ്പൊ ആ ഒരു സംഗതി എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ആവില്ല. ആ സംഭവം ചിലപ്പോ എനിക്കിപ്പോ ഞാൻ ചിലപ്പോ വരെ കൂടെ ഇരിക്കുമ്പോ കണ്ടിരുന്നെങ്കിൽ ആ സമയത്ത് ചിലപ്പോ അത് വർക്ക്ഔട്ട് ആവത്തില്ല. അതാ ഒരു മൊമെന്റിൽ വരുന്ന ഒരു സംഭവമാണ്. പിന്നെ ബേസിക്കലി ഞാൻ മനസ്സിലാക്കിയ ആൺകുട്ടികള് കൂടുതലും ഈ പറഞ്ഞ പോലെ കരയുന്നത് പുറത്ത് കാണിക്കൂല. പക്ഷെ കരയുന്നത് കൂടുതൽ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ അവരുടെ തന്നെ ലൈഫ് സിറ്റുവേഷൻസ് ആലോചിച്ചിട്ടും ഫാമിലിനെ ആലോചിച്ചിട്ടും ആ ഒരു എന്താ പറയുക, ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ എൻ്റെ ഏജിലുള്ള വേറൊരു ആള് കമ്പയർ ചെയ്തിട്ടായിരിക്കും ഞാൻ ഒരു ഇതൊക്കെ ബോയ്സ് കരയുന്നുണ്ടാവും. കാരണം അവനത് പോസിബിൾ ആവുന്നുണ്ട്, അല്ലെങ്കിൽ അവൻ്റെ ഫാമിലിക്ക് അത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാനും അവൻ്റെ അതേ പ്രായം, പക്ഷേ എൻ്റെ ഫാമിലിക്ക് എനിക്ക് അത്രയും പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ പാരൻസിനെ നോക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരു നല്ല ജോലി, മനസ്സിലായില്ല? അപ്പോൾ ആ ഒരു കമ്പാരിസം വന്നിട്ട് അതിൽ നിന്ന് ഉണ്ടാവുന്ന നമുക്കൊരു തോട്ട് വരും, ഓക്കെ എന്തുകൊണ്ട് ഞാൻ അങ്ങനെയായി, എന്തുകൊണ്ട് അവർക്കത് സാധിക്കുന്നുണ്ട്, എന്തുകൊണ്ട് എനിക്കത് സാധിക്കുന്നില്ല. ആ തോട്ടിൽ നിന്ന് വരുന്നൊരു കൈൻഡ് ഓഫ് റിഗ്രറ്റ് പോലത്തെ ഒരു സംഭവമുണ്ട്. മനസ്സിലായി? അതിൽ നിന്നാണ് ബേസിക്കലി ആമ്പിള്ളേർ കരയുന്നതെന്നാണ് ഞാൻ എൻ്റെ പേഴ്സണലി എനിക്ക് മനസ്സിലായത്. അത് ശരിയാണോ എന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ടിടത്തോളം ലൈക്ക് മൈ പേഴ്സണൽ എക്സ്പീരിയൻസ്. ഇപ്പം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ മെൻസ് മെൻ്റൽ ഹെൽത്തിനെ പറ്റിയിട്ട് ഫൈസൽ എൻ്റെ അടുത്ത് നിന്ന് രാവിലെ സംസാരിക്കുന്ന സമയത്ത് എനിക്ക് റെഫറൻസ് ഒന്നും ഇല്ല, പക്ഷേ എൻ്റെ മൈൻഡിലോട്ട് റഷ് ഔട്ട് ചെയ്ത കുറേ കാര്യങ്ങളാണ് ഞാൻ ഫൈസലിനോട് പറഞ്ഞത്. അതിനകത്തൊരു കാര്യമാണ് ഈ കരയുന്ന കാര്യം. ഈ പറഞ്ഞ ഫാരിസ് ആദ്യം പറഞ്ഞ സ്റ്റിഗ്മ ഉണ്ടല്ലോ, ആ സാധനം അവിടെ നിന്ന് തുടങ്ങുകയാണ് മെൻസ് മെൻ്റൽ ഹെൽത്തിൻ്റെ ഇഷ്യൂസ്. ലൈക്ക് ആദ്യം തൊട്ടേ നമ്മളെ പഠിപ്പിക്കുന്നത് ആണുങ്ങൾ കരയാൻ പാടില്ല. ഈ മെൻസ് മെൻ്റൽ ഹെൽത്ത് ആണ് നമ്മുടെ ടോപ്പിക്, അതുകൊണ്ടാണ് പറയുന്നത് ആണുങ്ങളെ കരയാൻ പാടില്ല, കരയുന്നവനാണല്ല എന്നൊക്കെയുള്ളൊരു, എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു തെറ്റായ ധാരണയാണെന്ന് തോന്നിയിട്ടുള്ളൊരു കാര്യം. കാരണം അതിന് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, കാലം തെളിയിച്ച പല കാര്യങ്ങളാണ്. കരയുന്ന ആണുങ്ങളാണ് കുറച്ചും കൂടി വിൽ പവർ അവർക്ക് ഉണ്ടായിട്ടുണ്ട്, അവർ പലതിനെയും പിൽക്കാലത്ത് അതിജീവിച്ചിട്ടുണ്ട് എന്നുള്ളത്. രണ്ടാമത്തെ, അത് സയൻറ്റിഫിക്കലിയും പ്രൂവൺ ആയിട്ടുള്ള കാര്യമാണ്.
അപ്പം ഈ പണ്ട് തൊട്ടേ അമ്മമാരൊക്കെ തന്നെയാണ് ഇത് പറഞ്ഞു പഠിപ്പിക്കുന്നത്. നീ എന്താണ് ഒരുമാതിരി പെണ്ണുങ്ങളങ്ങനെ കിടന്ന് കരയുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഈ ഡയലോഗ് അവസാനം കേൾക്കുന്നത് ഒരു കോവിഡിൻ്റെ ആ ഒരു സമയം കഴിഞ്ഞതിന് ശേഷം ഞാനിങ്ങനെ നാട്ടിൽ ചെറിയ പരിപാടിയൊക്കെ തുടങ്ങി അത് പൊട്ടി നിൽക്കുന്ന സമയത്ത് ഒരാളുടെ അടുത്ത് നിന്നാണ് ഈ ഡയലോഗ് കേൾക്കുന്നത്. നിങ്ങൾ കരയുന്നത് അയാൾ കണ്ടോ? ഞാൻ നല്ല രീതിയിൽ കരയുന്ന ആളാണ്. ഞാൻ മിക്കവാറും എനിക്ക് തോന്നുന്നു 2 ദിവസം കൂടുമ്പോൾ ആൾട്ടർനേറ്റ് ഡേയ്സിൽ ഞാൻ കരയാറുണ്ട്. ഞാനിപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഫേവറേറ്റ് എന്താ പറയുന്ന ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പം ഇമോഷണലി ഹൈ ആവും. നല്ല തമാശ പടമൊക്കെ ആയിരിക്കും, പക്ഷേ ആ ഒരു ആക്ടറിൻ്റെ പെർഫോമൻസ് കണ്ടിട്ടൊക്കെ എനിക്ക് ഹൈ ആവാറുണ്ട്. ഇമോഷണൽ സീൻസ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് എൻ്റെ കണ്ണ് നിറയാറുണ്ട്. ഇപ്പം തക്കു പറഞ്ഞ സാധനം ഞാൻ വിജയ് ഇവിടെ കൂട്ട നിലവിളിയാവുന്നു. തക്കുവിൻ്റെ കണ്ണ് നിറയുന്നത് ഞാൻ കണ്ടു. അത് തക്കു ഉച്ചയോടെ കണ്ടിന്യൂ ചെയ്ത് വരുന്നെങ്കിൽ ടോപ്പിക്ക് മാറ്റി അതാണ് ഇവിടെ കെട്ടിപ്പിടിച്ച് കൂട്ടക്കരച്ചിലാണ്. ഞാൻ പെട്ടെന്ന് ഇമോഷണൽ ആവുന്ന വ്യക്തിയാണ്. ഞാൻ നല്ല രീതിയിൽ കരയുന്ന വ്യക്തിയാണ്. ഇതിന് വേറൊരു എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുമ്പളങ്ങി നൈറ്റ് സിനിമയിൽ ആ സീൻ കണ്ടപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയൊരു സീനാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ സൗബിൻ ഡിപ്രസ്ഡ് ആയിട്ട് എടാ എൻ്റെ കിളി പോയിരിക്കുകയാണ്, നീ എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോ എന്ന് പറഞ്ഞതിന് ശേഷം അവിടെ കൊണ്ട് ചെല്ലുമ്പം ഡോക്ടർ പറയുന്നുണ്ട്, ഡോക്ടറെ എനിക്ക് ഒന്നിനും പറ്റുന്നില്ല, എനിക്ക് കരയാനൊന്നും പറ്റുന്നില്ല, യു ട്രൈ, കരയാൻ ട്രൈ ചെയ്യാനാണ് പറയുന്നത്. ആൻഡ് ഹീ ഈസ് ലിറ്ററലി ക്രൈയിങ് ഔട്ട്. അയാളുടെ ദേഹത്തേക്ക് വീണിട്ട് കരയാണ്. പിൽക്കാലത്ത് കുറേ പേര് അത് എടുത്ത് ട്രോളൊക്കെ ചെയ്തൊരു സാധനമാണ് സൗബിൻ്റെ ആ കരച്ചിൽ. പക്ഷേ ദാറ്റ് ഈസ് ദ ഫാക്ട്. യു ആർ ക്രൈയിങ് ഔട്ട്. ലൈക്ക് നമ്മുടെ വിഷമങ്ങൾ, നമ്മുടെ സോറോസ് ഈ നമ്മൾ ഉള്ളിൽ ഒതുക്കുമ്പോഴത്തേക്കാണ് നമുക്ക് ഈ പ്രശ്നങ്ങൾ വരുന്നത്. നമ്മൾ പബ്ലിക്കലി അത് നമ്മൾ അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് പേര് കാണും അത് പറയാൻ വേണ്ടിയിട്ട്. ഇപ്പം ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിഷിൻ പറഞ്ഞ എക്സാമ്പിൾ റിഗ്രറ്റിൻ്റെ പുറത്ത് വരുന്ന വിഷമമുണ്ട്, കരച്ചിലുണ്ട്. ഇവൻ പറയുന്ന ഇമോഷണൽ, അത് കംപ്ലീറ്റ്ലി ഇമോഷണലാണ്. അത് ഓർത്തോർത്ത് അവൻ കരയേണ്ട ആവശ്യമില്ല, അവൻ ഓർത്തോർത്ത് കരയത്തില്ല. പക്ഷേ ഇപ്പം നമ്മുടെ വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചിട്ട് നമ്മൾ ചിലപ്പം എല്ലാ വർഷവും അല്ലെങ്കിൽ അയാളുടെ ഒരു ഫോട്ടോ കാണുമ്പോൾ, അയാളുടെ ഒരു കഥ കേൾക്കുമ്പം, അയാളുടെ ഒരു ഫ്രണ്ടിനെ കാണുമ്പോൾ നമുക്ക് വീണ്ടും നമ്മൾ വിഷമം വരുന്നുണ്ടെങ്കിൽ അതും ഈ പോലെ ആ റിലേഷനിലുള്ള നമ്മുടെ അപ്പം പല ഫാക്ടേഴ്സ് ഉണ്ട് കരയാൻ. പക്ഷേ ഈ മെൻ്റൽ ഹെൽത്ത് വെച്ചിട്ട് നമ്മൾ കരയാതിരിക്കുമ്പോഴത്തേക്കാണ് പ്രശ്നം. നമുക്ക് ചില സിറ്റുവേഷൻസ് നമ്മൾ സന്തോഷിക്കേണ്ട സമയത്ത് അത് സന്തോഷിച്ച് തന്നെ തീർക്കണം. ഇപ്പോൾ രണ്ട് എക്സ്ട്രീംസ് ഉണ്ടല്ലോ, അത് ബാലൻസ് ചെയ്തുകൊണ്ട് പോയില്ലെങ്കിൽ അത് നമ്മളെ മെൻ്റൽ ഹെൽത്തിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. അതായത് നമ്മളെപ്പോഴാണ് കരയുന്നതെന്ന് അറിയാമോ? നമുക്കുള്ള വിഷമം ഇപ്പം ഇത് ഈ തക്കുവിൻ്റെ എക്സാമ്പിൾ വെച്ചിട്ടുള്ള പറയുന്നത്, നമുക്കൊരു വിഷമം വരികയാണ്, നമ്മൾ ആരുടെയെങ്കിലും അത് ഷെയർ ചെയ്യുമ്പോഴത്തേക്കായിരിക്കും നമ്മൾ കരഞ്ഞു തുടങ്ങുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട് പലരും നമ്മുടെ അടുത്തൊരു കാര്യം വന്നിട്ട്, എടാ എനിക്കിങ്ങനെ പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്കെൻ്റെ ഉമ്മാനെ ഒന്ന് കണ്ടിട്ട് ഞാൻ 1 വർഷമായി എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോൾ അവൻ കരയാണ്. അവൻ്റെ കണ്ണ് നിറഞ്ഞിട്ട് അവൻ കരഞ്ഞു തുടങ്ങുകയാണ്. ബട്ട് അവൻ അത് എൻ്റെ അടുത്ത് പറഞ്ഞില്ലെങ്കിലോ, ഈസ് നോട്ട് ക്രൈയിങ് ഇറ്റ് ഔട്ട്. അവൻ്റെ ഉള്ളിൽ ഒതുക്കിയിട്ട് അവൻ അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന, അതിനെ എന്ത് പേരിട്ടാ വിളിക്കേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സ്വയം നമ്മൾ കൊടുക്കുന്ന ഒരു പ്രഷർ, കൈൻഡ് ഓഫ് ഒരു പ്രഷർ കുക്കർ പോലെ നമ്മുടെ ഉള്ളിൽ അത് കടന്നിങ്ങനെ ആ ഒരു ഫീലിംഗ്. പിന്നെ നമ്മുടെ അകത്തുള്ള എംപതി എന്ന് പറയുന്ന സാധനം മറ്റൊരാളുടെ എന്താ പറയുന്ന പോയിന്റ് ഓഫ് വ്യൂവിൽ, മറ്റൊരാളുടെ പെർസ്പെക്റ്റീവിൽ നമ്മൾ ചിന്തിച്ചതിന് ശേഷം നമ്മൾ ആക്ട് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അതും നമുക്ക് ഡിപ്രഷൻ ഉണ്ടാക്കാം. അഗെയിൻ ഫൈസലിനെ വെച്ചിട്ട് തന്നെ ഒരു എക്സാമ്പിൾ ആണ്. കഴിഞ്ഞ ദിവസം ഞാനും ഫൈസലിൻ്റെ കൂടെ അടുത്തൊരു ചെറിയൊരു ജോയിൻറ്റിൽ ഫുഡ് അടിക്കാൻ പോയി. അപ്പോൾ നല്ല രസമുണ്ട്, അതിൻ്റെ സെറ്റപ്പ് ആംബിയൻസ് ഒക്കെ ഉണ്ട്. ഞാൻ ഒരു സ്റ്റോറി ഇട്ടു. അപ്പോൾ ഞാൻ ഫൈസലിനോട് ചോദിച്ചു, ഞാൻ നിന്നെ ടാഗ് ചെയ്യട്ടെ? അപ്പം ഫൈസൽ പറഞ്ഞാണ്, വേണ്ട ചേട്ടാ, നമ്മളിതിന് എത്ര ചെറിയ ജോയിൻ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കുറേ സുഹൃത്തുക്കളുണ്ട്, നാട്ടിലൊക്കെ ഉള്ള കുറേ സുഹൃത്തുക്കളുണ്ട്, അവരിപ്പോഴും സ്ട്രഗ്ലിംഗ് ആണ്. അവരത് കണ്ടു കഴിഞ്ഞാൽ അവർക്കത് ഭയങ്കര വിഷമം തോന്നും, അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, അവർക്ക് അല്ലെങ്കിൽ ഇങ്ങനെ പോകാൻ പറ്റുന്നില്ലല്ലോ എന്ന് തോന്നും. മേ ബി അവർ ഇതിനെക്കാട്ടിലും നല്ല ജോയിൻസ് ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ടാവാം. പക്ഷേ വൈ ഫൈസൽ ഈസ് തിങ്കിങ് ലൈക്ക് ദാറ്റ് വേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ മറ്റവൻ്റെ ഫ്രണ്ട്സിൻ്റെ ഷൂവിൽ കയറി നിന്ന് ആ ഒരു എംപതിയുടെ പുറത്ത് സംസാരിക്കുമ്പോഴത്തേക്കാണ് ആക്ച്വലി ദാറ്റ് ഈസ് ഓൾസോ കൈൻഡ് ഓഫ് അത് അവൻ്റെ മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കും. ഇങ്ങനത്തുള്ള ഒരുപാട് ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്യുന്ന ആൾക്കാരാണ് ആണുങ്ങൾ. പക്ഷേ പൊതുവേ ഈ എന്താ പറയുന്ന സ്ത്രീകൾക്ക് മാത്രമാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നത് എന്നൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ മെൻസ് മെൻ്റൽ ഹെൽത്ത് പലപ്പോഴും ഇങ്ങനെ അവഗണിക്കപ്പെട്ടു പോകുന്നൊരു സാധനമാണ്. അപ്പം അതാണ് എനിക്ക് പറയാനുള്ളത്. ലൈക്ക് പിന്നെ ഇതാണ് നമുക്ക് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. കരയുന്ന സാധനമാണെങ്കിൽ കരയുക, കരഞ്ഞുകൊണ്ട് തന്നെ കാര്യം പറയുക, ഗിവ് എ റിലീഫ്. നിങ്ങൾ ഈ ടോപ്പിക്കിനെ പറ്റി പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ജസ്റ്റ് നോക്കിയിരുന്നു ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്നല്ല, ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എനിക്ക് മനസ്സിലാക്കുന്നു. പക്ഷേ സ്റ്റാറ്റിസ്റ്റിക്കലി ഇതിന് എന്തെങ്കിലും തെളിവുകൾ ഉണ്ടോ എന്നൊക്കെ. അപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് തന്നെ കൂടുതലും കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൽ എടുക്കുകയാണെങ്കിൽ ഗ്ലോബലി എടുക്കുകയാണെങ്കിൽ പോലും ഗ്ലോബലി എടുത്തു കഴിഞ്ഞാൽ സൂയിസൈഡ് റേറ്റ് കൂടുതൽ മെൻസിലാണ്. അതിന് പല കാരണങ്ങളുണ്ട്. പക്ഷേ എന്നാലും ഏകദേശം ഒരു 1.8 ടൈംസ് ഫീമെയിൽസിനെക്കാട്ടിലും മെൻസിന് ഗ്ലോബലി സൂയിസൈഡ് റേറ്റ് കൂടുതലാണ്. അതേപോലെ കേരളത്തിൽ എടുക്കുകയാണെങ്കിൽ ഒരു 1 ലാഖിൽ അങ്ങാണ്ട് 27
1 lakh ആൾക്കാരെടുത്താൽ അതിൽ 27% ഓഫ് ദ ആൾക്കാർക്ക് മെൻസിന് സൂസൈഡ് റേറ്റ് ഉണ്ടാകുന്ന സമയത്ത്, മീൻസ് സൂസൈഡൽ ടെംപ്റ്റേഷൻസ് ഉണ്ടാകുന്ന സമയത്ത് ഒരു 11 പേർക്ക്, അതായത് അതിൻ്റെ പകുതിയുടെ അടുത്ത് വരുന്നുള്ളൂ ഫീമെയിൽസിന് സൂസൈഡ് അറ്റംപ്റ്റുകളും അതേപോലെ അവർക്ക് സൂസൈഡ് ടെംപ്റ്റേഷൻസും. അപ്പോൾ മെൻസിന് ഇത് സൂസൈഡ് അറ്റംപ്റ്റ്സ് കൂടാനുള്ള കാരണം എനിക്ക് ബേസിക്കലി തോന്നിയിട്ടില്ല അവരുടെ മെൻ്റൽ ഹെൽത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ്. കാരണം അവർക്ക് തുറന്ന് പറയാനോ അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ വീക്കാണ്, ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു സിറ്റുവേഷൻ കാരണം ഞാൻ വീക്കാന്ന് എക്സ്പോസ് ആയിപ്പോയി, മനസ്സിലായില്ലേ? ഇപ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്തു, എനിക്ക് എന്തെങ്കിലും പറ്റാത്ത കാര്യങ്ങൾ ചെയ്ത് ഞാൻ വീക്കാണ് എക്സ്പോസ് ആയി കഴിഞ്ഞാൽ പിന്നെ ഞാനൊരാണല്ലാതെ എൻ്റെ സമൂഹം എന്നെ കാണും, ഞാൻ എന്ന വ്യക്തിയെ അങ്ങനെ ഒരു വീക്കായിട്ട് കാണുന്നില്ല പേടി കാരണം ഇതുപോലെ ഡിപ്രഷൻ അടിച്ച് ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാരുണ്ട് മനസ്സിൽ. ഇപ്പോൾ നമ്മൾ പണ്ട് മുതലേ കാണുന്ന പല സിനിമയിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം, അച്ഛൻ മക്കൾക്കും അമ്മക്കും വിഷം കൊടുത്ത് അച്ഛനും തൂങ്ങി മരിച്ചു, അല്ലെങ്കിൽ അവർ വിഷം കൊടുത്തിട്ട് അച്ഛനും മരിച്ചു എന്നുള്ളതൊക്കെ, ഇങ്ങനെ കടബാധ്യത കയറിയിട്ടും അങ്ങനത്തെ സിറ്റുവേഷൻ നമ്മൾ കേൾക്കുന്നതാണ്. അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആ ബാധ്യത ഏറ്റെടുക്കാൻ അച്ഛനേ ഉള്ളൂ, മനസ്സിലായില്ലേ? അപ്പോൾ അവർക്ക് ആ ഒരു പ്രഷറാണത്, ലൈക്ക് കൈൻഡ് ഓഫ് അത് മുന്നോട്ട് അത് എങ്ങനെ എന്ത് ചെയ്യണം എന്ന് അറിയില്ല, സൂയിസൈഡ് അല്ലാണ്ട് വേറെ വഴിയില്ല എന്നുള്ളൊരു കാര്യം മുന്നോട്ട് വരികയാണ്. ഈ നിഷിൻ പറഞ്ഞ അതേ ഈ പോയിന്റിൽ നിന്ന് തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറെ സാധനമുണ്ട്. ഇപ്പം ജെൻഡർ സ്റ്റാറ്റിസ്റ്റിക്സ് പറഞ്ഞില്ലേ, ഈ ജെൻഡർ സ്റ്റാറ്റിസ്റ്റിക്സ് വരുമ്പോൾ തന്നെ ഈ പെൺകുട്ടികൾ സൂയിസൈഡ് ചെയ്യുന്നതിന് കേരളത്തിലെ ആൻഡ് ഇന്ത്യയിലെ റേഷ്യോ ഏജ് ഫാക്ടർ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് ആവറേജ് ഏജ് റേഷ്യോ 18 to 20 ആണ് സ്ത്രീകളുടെ കേസിൽ. അത് വെൻ ഇറ്റ് കംസ് ടു മെൻ ഇറ്റ് ഈസ് 35 to 40. സോ ദാറ്റ് സ്റ്റേറ്റ്സ് ഇപ്പോൾ ഇവൻ പറഞ്ഞ നമുക്ക് ആ ഒരു പ്രഷർ ബിൽഡ് ചെയ്യുന്നത് പ്രഷർ ബിൽഡപ്പ് ചെയ്ത് വരുന്നത് 35 to 40 മറ്റേതിലേക്ക് എന്താ പറയുക, ചിലപ്പം പ്രണയ നൈരാശ്യമാവാം, അതുപോലെ തന്നെ എന്താ പറയുക ഈ പറയുന്ന നമുക്ക് സ്റ്റഡി ഫെയിലിയർ, അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവും, അങ്ങനെ പല പല റീസൺസ് ഉണ്ടാവും. ഈ 35 to 40 ഉള്ള ആൾക്കാരെ മെയിൻ റീസൺസ് എന്തൊക്കെയാ പറയുന്നത് അറിയോ? അല്ല, പക്ഷെ പുള്ളി പറയുന്നത് വെച്ചാൽ ഏജ് കാറ്റഗറി വെച്ച് നമുക്ക് നമ്മൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവാൻ നോക്കുന്ന ഏജ് എത്രയാണ് ഫൈസല? എനിക്ക് കറക്റ്റ് അറിയില്ല, പക്ഷെ ഞാൻ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ 30 ആവുമ്പോഴത്തേക്ക് ലൈക്ക് അറ്റ്ലീസ്റ്റ് ഒരു 35 ആവുമ്പോഴത്തേക്ക് സെറ്റിൽഡ് ആവണം. 30 ആണ് എല്ലാവരും വെക്കുന്ന ഒരു ആവറേജ് എയിം. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 35 വരെ ട്രൈ ചെയ്യും, പിന്നെയും അത് കഴിഞ്ഞിട്ട് പിന്നെ പറ്റത്തില്ലെങ്കിൽ ദെയർ സ്റ്റാർട്ട് അവിടുന്ന് ഒരു ഡൗൺഫോൾ ആണെങ്കിൽ തുടങ്ങും. ചിലരെന്താ പറയുക, ഇപ്പോൾ ചിലരിപ്പം വിദേശത്ത് പോയി രക്ഷപ്പെടുന്ന ആൾക്കാരുണ്ടാവും, വിദേശത്ത് പോയിട്ട് പറ്റാത്ത ആൾക്കാരുണ്ടാവും. പിന്നെ ഈ പറയുന്ന നമുക്ക് ഫാമിലി റീസൺസ്, ഈ എന്താ പറയുന്ന അമ്മേനെയും ഭാര്യേനെയും ഒരേപോലെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റാഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ, അതായത് തമാശയായിട്ട് പറയണ്ടല്ലോ, ഭയങ്കര സീരിയസ് ഇഷ്യൂ ആണ്. ഈ ഇടയ്ക്കും ഒരു ഭയങ്കര വിവാദമായ ഒരു സൂയിസൈഡ് നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹസ്ബൻഡ് സൂയിസൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയും ഭാര്യയും തമ്മിലുള്ള പ്രശ്നം. അപ്പം ലൈക്ക് സെയിം ഫാമിലിയാണ്. അത് നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നു നല്ലൊരു ശതമാനം ആണുങ്ങളും അഡ്രസ്സ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ്. സ്വന്തം അമ്മയുണ്ട്, ഭാര്യയുണ്ട്, രണ്ടുപേരെയും സ്നേഹിക്കണം. അപ്പോഴത്തേക്ക് അവിടെ ഉണ്ടാകുന്ന അമ്മായിയമ്മ മരുമകൾ പ്രശ്നങ്ങളുടെ ഇടയിൽ കിടന്നിട്ട് ബുദ്ധിമുട്ടിയിട്ട് ഈ നമ്മുടെ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് വേറൊരു സാധനം പറയാനുള്ളത്, നമ്മുടെ ഈ കേരള പോലീസിലെ സൂയിസൈഡ് റേറ്റ് ഭയങ്കര കൂടുതലായിട്ട് ഇന്നലെയും കണ്ടൊരു വിജ്ഞാപനം വന്നതാണ്. അവർക്ക് ബർത്ത്ഡേക്കും പിന്നെ ഏതോ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷനും അവർക്ക് ഇനി തൊട്ട് ഓഫായിരിക്കും എന്ന് പറഞ്ഞിട്ട്. കാര്യം അവരുടെ മെൻ്റൽ ഡിപ്രഷൻ സ്റ്റേറ്റ് ഭയങ്കരമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരള പോലീസിന്റെ മെൻ്റൽ ഹെൽത്ത് ചുമ്മാ എടുത്ത് ഈ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എടുത്ത് സ്റ്റഡി ചെയ്യേണ്ട ഒരു സാധനം തന്നെയാണ്. ഏജ് കാറ്റഗറി ഉണ്ട് അതിൽ ഏജ് ഫാക്ടർ എനിക്ക് എത്രയെന്ന് അറിയത്തില്ല, പക്ഷെ ഡെഫിനറ്റ്ലി ഭയങ്കര സ്ട്രെസ്ഫുൾ ജോബാണ്. കേരളത്തിലെ സർക്കാർ ജോലി ഏറ്റവും ബുദ്ധിമുട്ടുള്ള, ഏറ്റവും സ്ട്രെസ്ഫുൾ, പ്രോപ്പർ അവർക്ക് വേണ്ട സമയത്ത് ലീവ് കിട്ടാത്തതും. ഒന്നാമത്തെ കേസ് ഞാൻ കേട്ടിട്ടുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പോലീസുകാരുടെ എണ്ണം കുറവാന്ന് കേട്ടിട്ടുണ്ട്. അത് നമ്മളെ ആൾക്കാരും ലൈക്ക് ഒരു പോലീസുകാരൻ എത്ര ആൾക്കാർ വെച്ചിട്ടാണല്ലോ അവർ കാൽക്കുലേറ്റ് റേഷ്യോ. അപ്പോൾ ആ റേഷ്യോ എത്രയോ പെർസെൻറ്റേജ് കൂടുതലാണ്. അതായത് നോർമലി ഉണ്ടാവുന്നതിനെക്കാട്ടിൽ എത്രയോ പെർസെൻറ്റേജ് കൂടുതൽ ആൾക്കാർക്ക് ഒരു പോലീസുകാർ എന്ന രീതിയിലൊക്കെയാണ് കാര്യങ്ങൾ പോണത്. അപ്പോൾ ഇവർക്ക് ഇപ്പോൾ ഇവർ ഈ പറഞ്ഞ സ്പെഷ്യൽ ഡേയ്സിലൊന്നും ലീവ് എപ്പോഴും കിട്ടിക്കോണമെന്നില്ല. അപ്പോൾ അവരുടെ ഫാമിലി ലൈഫ് അല്ലെങ്കിൽ വർക്ക് അല്ലാത്ത, ഇപ്പോൾ പോലീസിനുള്ള ആ ഒരു ജോലി ഏറ്റെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതല്ലാത്ത അവരുടെ ലൈഫ് ഉണ്ടല്ലോ, അത് അത്രത്തോളം അവർക്ക് അത് കോപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉള്ളതുകൊണ്ടായിരിക്കാം ഡിപ്രഷൻ ഹാപ്പി ആയിരിക്കൂലല്ലോ സ്വാഭാവികമായിട്ട്. ആ കാരണം കൊണ്ട് തന്നെയാണ് ഇപ്പൊ ഇവരുടെ ആറ്റിറ്റ്യൂഡൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് പലപ്പോഴും ഇവരൊക്കെ എന്താ ചൊറിയന്മാരാന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങനെ വിലയിരുത്തുമല്ലോ. പക്ഷെ നമ്മളിപ്പോ ഗൾഫിലും ഇവിടുത്തെ പോലീസുകാരെ കണ്ടു കഴിഞ്ഞാൽ നമ്മളങ്ങനെ പറയില്ല. അവരുടെ ആറ്റിറ്റ്യൂഡ് കുറച്ചുകൂടി നല്ലതാണ്. വർക്ക് ബാലൻസ് ഉണ്ട്. ഇപ്പൊ ഗൾഫിൽ നിന്നൊക്കെ പോലീസുകാരെന്ന് കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ അത്രക്കും നല്ല രീതിക്കാണ്, അത്രക്കും റെസ്പെക്റ്റോട് കൂടിയിട്ട് കാണുന്ന സംഭവമാണ്. അവർക്ക് അത്രത്തോളം ബെനിഫിറ്റ്സ് ഉണ്ടാകും, അതിനനുസരിച്ച് നല്ല ലൈഫ് ഉണ്ടാകും, വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ച്
കേരളത്തിൽ അത് കുറവായതുകൊണ്ടായിരിക്കണം അത് അവര് ആ ഒരു ഫാക്ടർ കൂടി കൺസിഡർ ചെയ്യണമെന്ന് പറയാം. ഇതിനൊക്കെ ഒരു നല്ല സിസ്റ്റം ബിൽഡ് ചെയ്യാണെന്നുവെച്ചെങ്കിൽ അത് ഫ്യൂച്ചറിൽ നന്നാവുമെന്ന് വിശ്വസിക്കുന്നു അല്ലേ? ലൈക്ക് ഒരുവിധം ആൾക്കാരൊക്കെ ഈ നമ്മളെ ഏജിലുള്ള ആൾക്കാരും പോലീസുമാരെ ഈ ഒരു മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചിട്ടൊന്നും ഒരാളും ചിന്തിക്കുന്നുണ്ടാവില്ല, ഒരിക്കലും ചിന്തിക്കുന്നുണ്ടാവില്ല. ലൈക്ക് അവരൊരു കോൾഡ് ബ്ലഡഡ് മൈൻഡ് സെറ്റാണെന്ന് ഒരുവിധ ആൾക്കാരൊക്കെ ചിന്തിക്കുന്നത്. ലൈക്ക് ദേ ആർ സീയിങ് ക്രൈംസ്, ഫൈറ്റ്സ്, എവരിതിങ്. സോ അങ്ങനെയാണ് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ കാര്യം പോലും അറിയുന്നത്, ഇങ്ങനെ ഒരു സംഭവമുള്ള. ഇതുപോലെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ഓരോ ആൾക്കാരുണ്ടാവും, നമ്മൾ ഡെയിലി കാണുന്ന ഓരോ ആൾക്കാരുണ്ടാവും, നമ്മളെ ശ്രദ്ധിക്കാതെ പോകുന്നവർ. അവരൊക്കെ ആ ഒരു ഡെയിലി ഒരേ ലൈഫ് ജീവിച്ച് ഒന്നും ദർ ഇസ് നത്തിങ് ന്യൂ ഹാപ്പനിങ് ഇൻ ദെയർ ലൈഫ്. സോ ഇതിങ്ങനെ സംഭവിക്കല്ലേ? അപ്പോൾ ആ ഒരാൾക്കാരെ മൈൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആയിട്ടുണ്ടാവും. പിന്നെന്താ പറയുക, നമ്മളെ ആരുമായിട്ടാണ് ഇടപഴകണം അതിനനുസരിച്ച് നമ്മൾക്ക് മെൻ്റൽ സ്റ്റാറ്റസിൽ ഉള്ള വ്യത്യാസങ്ങളുണ്ട്. ഇപ്പം എന്താ പറയുക, ഒരു സ്റ്റഡി പറയുന്നുണ്ട് ടീച്ചേഴ്സിലെ കുഞ്ഞു മക്കളായിട്ട് ഡീൽ ചെയ്യുന്ന ടീച്ചേഴ്സ് അവർ പൊതുവേ മാനസികമായിട്ട് അവർ ഹാപ്പിയാണ്. അതുപോലെ തന്നെ ഇപ്പം നമ്മളെ കൂട്ടുകെട്ട് വളരെയധികം പ്രായമുള്ള ആളുകൾ ആയിട്ട് കൂട്ടുകെട്ടുള്ള ആളുകൾക്കാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടി കമ്പാരിറ്റീവ്ലി സ്ട്രെസ്സും അതുപോലെ തന്നെ മെൻ്റൽ ഹെൽത്തും അത്ര പെർഫെക്റ്റ് അല്ല. എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ കൂട്ടുകൂടുന്ന ഇതിനേക്കാളും കുറച്ചും കൂടി യങ്ങറായിട്ടുള്ള ആളുകളായിട്ടാണെങ്കിൽ നമ്മളും ചിന്തിക്കുക. അതെ അതെ, അവരുടെ ലെവൽ ഓഫ് തിങ്കിങ്. അതെ, ഇപ്പൊ അവർക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ സെറ്റിൽ ആവണം, അല്ലെങ്കിൽ ജോലിന്റെ പ്രഷർ കാര്യം, അപ്പൊ അവരത് ഡിസ്കസ് പ്രഷർ ചിലപ്പോൾ ആ ലെവലിലായിരിക്കും നമ്മൾക്കും അത് ഫീൽ ചെയ്യാൻ പോണത്. ഓക്കെ, ഞാൻ വേറൊരു കാര്യം ചിന്തിക്കേണ്ടത്, നിങ്ങൾ ലാസ്റ്റ് കരഞ്ഞതിനെ കുറിച്ച് പറഞ്ഞില്ല, ഞാൻ ടോപ്പിക്കിലേക്ക് ഞാൻ പബ്ലിക്കായിട്ട് കരഞ്ഞിട്ട് കുറേ വർഷങ്ങളായിട്ടുണ്ട്. ലൈക്ക് എൻ്റെ പേരൻസിൻ്റെ മുമ്പിൽ തന്നെ കരഞ്ഞിട്ട് വർഷങ്ങളായിട്ടുണ്ട്. പിന്നെ ഞാൻ കരഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ടൈം ഇവിടെ, എൻ്റെ ഒരു നല്ലൊരു യുവത്വം ഞാനിവിടെ വർക്കിലും ബിസിനസ്സിലും ഫോക്കസ് ചെയ്തപ്പോൾ പോയത് നല്ല കാര്യത്തിലാണ്. നമ്മളിതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നത്. ലൈഫ് ഈസ് എ ട്രൈഡ്, നമ്മളെ സമയം കൊടുക്കുന്നു. അതെ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ആലോചിച്ചിട്ട് എനിക്ക് വീട്ടിൽ പാരൻസിൻ്റെ ഒപ്പം സ്പെൻഡ് ചെയ്തിരുന്നെങ്കിൽ അത്രയും കിട്ടിയിരുന്നെന്ന് ആലോചിച്ചിട്ട് ഞാൻ ഇടയ്ക്ക് സങ്കടപ്പെടും. മനസ്സിലായോ? ദേ ആർ ഗെറ്റിംഗ് ഓൾഡ് ആൻഡ് നമ്മൾ ഇവിടെയും തോട്ട് പ്രോസസ് ഈസ് ഓൾവേസ് ഗുഡ്. ലൈക്ക് എന്താ പറയുക, ഇതൊക്കെ അതൊന്നും ലൈക്ക് എന്താ പറയുക നമ്മളെ മെൻ്റലി എഫക്റ്റ് ചെയ്യുന്ന, തീർച്ചയായിട്ടും ഇപ്പം പറയുക നമ്മളിപ്പോൾ മാറി നിൽക്കുകയാണ്. ഫൈസലിപ്പം മാറി നിൽക്കാൻ ഒരു ഡിസിഷൻ എടുക്കുന്നത് തന്നെ യു ആർ മെൻ്റലി സ്ട്രോങ് എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പം ഞാൻ അതുകൊണ്ടായി പറയുന്നത്, ഈ +2 കഴിഞ്ഞിട്ടൊക്കെ ഇമ്മീഡിയറ്റ് കാര്യം ആ ഏജാണ് പ്രശ്നം. ഇമ്മീഡിയറ്റ്ലി ഇപ്പോൾ വിദേശത്തോട്ടൊക്കെ വരുന്ന ആൾക്കാർ അവർ ശരിക്കും പറഞ്ഞാൽ അവർ ലോകം കണ്ടിട്ടില്ല, അറ്റ്ലീസ്റ്റ് അവരുടെ സറൗണ്ടിങ് കണ്ടിട്ടില്ല. ആ ടൈമിൽ ആരും ചിന്തിക്കില്ല. അല്ല, എല്ലാവരുടെ കാര്യമല്ല പറഞ്ഞു കേട്ടോ. ഇപ്പം പറയാം, ഇപ്പം നിനക്ക് ഇവിടെ വന്നിട്ട് നിനക്ക് ഇങ്ങനത്തെ ഒരു സറൗണ്ടിങ്സ് കിട്ടി, ഒരു പക്ഷേ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിനക്ക് ഭയങ്കര റിഗ്രറ്റ് ആയിരിക്കും. അത് റിഗ്രറ്റ് എപ്പോഴാണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നിനക്കത് മനസ്സിലാവത്തില്ല. നിനക്ക് ആ ഒരു +2 കഴിഞ്ഞിട്ട് നിനക്ക് ഇവിടെ വരുന്ന ടൈമിൽ നിനക്കത് മനസ്സിലാവത്തില്ല. യു ഗോ ഓൺ വിത്ത് യുവർ സ്റ്റഡീസ്, നീ നിൻ്റെ പഠിത്തം നോക്കുന്നു, നിനക്കൊരു ജോലി കിട്ടുന്നു, ആൻഡ് അൾട്ടിമേറ്റ്ലി നിനക്കൊരു ലോൺലി ലൈഫ് നീ സെറ്റായി കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് എ റോബോട്ടിക്കൽ പ്രാക്ടീസ്. നീ അതങ്ങ് റൂട്ടീനായിട്ടങ്ങ് പോകും. പക്ഷേ ചിലരുണ്ടല്ലോ, ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും സറൗണ്ടഡ് ബൈ പീപ്പിൾ ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇപ്പോൾ ഇവിടെ വരികയാണ്, ഇവിടെ വന്നിട്ട് എനിക്ക് ഫ്രണ്ട്സ് ഇല്ല, അല്ലെങ്കിൽ എനിക്ക് ഫാമിലീനെ മിസ് ചെയ്യുന്നു, അല്ലെങ്കിൽ എനിക്ക് നാട്ടിലെ ഓരോ കാര്യങ്ങൾ മിസ് ചെയ്യുന്നു എന്ന് ആലോചിക്കുമ്പോഴത്തേക്ക് ഞാൻ ഭയങ്കര മെൻ്റലി ഡൗൺ ആവും. അൺടിൽ ഐ ഫൈൻഡ് വൺ അല്ലെങ്കിൽ സം സൊല്യൂഷൻ. അത് എന്ത് രീതിയിലുള്ളതോ ആവാം, അത് ലൈക്ക് എൻ്റർടൈൻമെൻ്റ് ആവാം, ഇപ്പോൾ ചിലർ വെള്ളമടിക്കുന്നവരുണ്ടെങ്കിൽ വെള്ളമടിക്കുന്നവരാവാം, ഇങ്ങനെ പല രീതിയിൽ മോശമായ രീതിയിലും പോസിറ്റീവായ രീതിയിലും തന്നെ ഓവർകം ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഓവർകം ചെയ്യാൻ പറ്റാതെ പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എൻ്റെ അടുത്ത് നമ്മുടെ ഫ്രണ്ട്സുകൾക്ക് തന്നെയുള്ളൊരു പയ്യൻ പറഞ്ഞതാണ്, ഹരിയേട്ടാ നിങ്ങൾക്ക് നാട്ടിൽ ഫ്രണ്ട്സൊക്കെ ഉണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞാൽ എനിക്ക് ഇഷ്ടം പോലെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് നാട്ടിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് നാട്ടിലെ ഫ്രണ്ട്സ് ആരും ഇല്ല. നാട്ടിലെ ഫ്രണ്ട്സും സറൗണ്ടിങ്സിലുള്ള ആൾക്കാരുമായിട്ട് എനിക്ക് സഹകരണമില്ല. അതുകൊണ്ട് എനിക്ക് നാട്ടിൽ പോയി കഴിഞ്ഞാൽ വേറെ ഇതൊന്നും. അപ്പം ഞാൻ ആലോചിച്ചു, അവനൊരു 30 വയസ്സാവുന്ന സമയത്ത് അല്ലെങ്കിൽ 35 നാട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് അവനാരും ഇല്ല അവിടെ. അവൻ ആ ഒരു സൊസൈറ്റിയിൽ നിൽക്കുമ്പോഴത്തേക്കാണ് അവന് കല്യാണം കഴിക്കുന്ന പെൺകുട്ടി, അല്ലെങ്കിൽ അവൾ അത്രയും അവനെ മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ അവനായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു പെൺകുട്ടി അല്ല എന്നുണ്ടെങ്കിൽ അഗെയിൻ ഹിസ് ലൈഫ് ബിക്കംസ് വെരി ഹാർഡർ. അപ്പോഴത്തേക്കാണ് ഈ പറയുന്ന കണക്ക് മെൻ്റൽ സൂയിസൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അൾട്ടിമേറ്റ് ആണ്. ബട്ട് സ്റ്റിൽ മരിക്കാതെ മരിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. കോമയിൽ കടന്ന് ജീവിക്കുന്ന പോലെ അങ്ങനെ ജീവിക്കുന്ന ഒരു ഇതും ഇല്ലാതെ ഇഷ്ടംപോലെ ബാങ്ക് ബാലൻസ് ഉള്ള, അതെങ്ങനെ സ്പെൻഡ് ചെയ്യണം അല്ലെ ആർക്ക് സ്പെൻഡ് ചെയ്യണമെന്ന് അറിയാണ്ട് ചുമ്മാ ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു എന്നുള്ള രീതിയിൽ. കോവിഡിൻ്റെ സമയത്തൊക്കെ ഇഷ്ടം പോലെ നാട്ടിൽ വന്ന ആൾക്കാരെ കണ്ടതാണ്. ദേ ഡോണ്ട് നോ ഹൗ ടു അഡ്രസ് പീപ്പിൾ, അല്ലെങ്കിൽ അവർക്ക് വേറെ ഒരു ഓപ്ഷൻ ഇല്ല. നമ്മളൊരു സംഭവം കൊണ്ട് കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് അവർ അതിശയിക്കുമ്പോഴത്തേക്ക് നമുക്ക് സങ്കടം തോന്നും.
ഇവൻ ഇതൊന്നും അറിയാണ്ടാണോ ഈ ലോകത്ത് ഇത്രയും നാൾ ജീവിച്ചതെന്ന് തോന്നിപ്പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പം ഫൈസലിനെ സംബന്ധിച്ചിടത്തോളം അഗെയിൻ ഇപ്പം നാട്ടുകാരെ മിസ് ചെയ്യുന്നു, വീട്ടുകാരെ മിസ് ചെയ്യുന്നു, ബട്ട് യു ട്രേഡഡ് ഇറ്റ് ഫോർ യുവർ വെൽ. അപ്പം നീ സ്വയം റിയലൈസ് ചെയ്യുന്നുണ്ട്, ഐ ക്യാൻ അച്ചീവ് മോർ. എന്താ പറയുക അരിയേട്ട, ഇപ്പം ലൈക്ക് എനിക്ക് എൻ്റെ ചിലപ്പോൾ അരിയേട്ടനെ ആ ഒരു കാര്യം എൻ്റെ ലൈഫ് അങ്ങനെ ചിന്തിക്കുമ്പോൾ ഓക്കെ അതൊരു വലിയ കാര്യമായിട്ട് തോന്നിയെന്ന് വരില്ല. പക്ഷേ എനിക്കത് ചിന്തിക്കുമ്പോൾ ഇറ്റ്സ് സംതിങ് ബിഗ് അങ്ങനെ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചിന്തിക്കുന്നത്. ലൈക്ക് എൻ്റെ ഒരു നല്ലൊരു ടൈം അങ്ങനെ പോയി, എനിക്ക് നല്ലൊരു ടൈം ഇങ്ങനെ ആവായിരുന്നു എന്നൊക്കെയുള്ള തോട്ട്സ് വരും. അത് ചിലപ്പോൾ ചെറിയ സംഭവമായിക്കാരം, പക്ഷെ എനിക്കതെന്തോ ഒരു വലിയ സംഭവമായിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് തോന്നാറ്. പക്ഷേ അത് ഇടയ്ക്ക് ഇതാണ് പറഞ്ഞത്, ഓൾവേസ് കമ്മ്യൂണിക്കേറ്റ്. ഇപ്പം എനിക്ക് അതൊരു ബെറ്റർ അച്ചീവ്മെന്റ് ആയിട്ട് വരുമ്പോഴത്തേക്ക് സെൽഫ് കമ്മ്യൂണിക്കേഷൻ തന്നെ ആവാം. ഓക്കെ, ഞാൻ അന്ന് അത്ര റിഗ്രറ്റ് ചെയ്തെങ്കിൽ ഐ അച്ചീവ് ദിസ് മച്ച്. ഞാൻ ഇന്ന് ഇതിന് അറ്റ്ലീസ്റ്റ് ആ ടൈം എനിക്ക് തിരിച്ച് കിട്ടിയില്ലെങ്കിലും ഐ കുഡ് സ്പെൻഡ് മോർ ടൈം. പിന്നെ വൺസ് യു ഹാവ് മണി യു ട്രൈ ടു ബ്രിങ് ഇറ്റ് ബാക്ക്. ഞാൻ എപ്പോഴും എല്ലാവരും പറയുന്നൊരു എക്സാമ്പിൾ ഉണ്ട് കേട്ടോ. പണ്ട് നമുക്ക് ഭയങ്കര ആഗ്രഹമായിരിക്കും, എനിക്കൊരു 5 രൂപ ആരെങ്കിലും തന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എവിടെയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എനിക്കൊരു 5 സ്റ്റാർ മേടിക്കണം. ഒരുപാട് പേരുടെ എക്സാമ്പിൾ 5 സ്റ്റാർ മേടിക്കണം എന്നുള്ളത്. നമ്മൾ കുറേ കാലം കഴിഞ്ഞ് 100 രൂപ അല്ലെങ്കിൽ 1000 രൂപ നമ്മൾ 10,000 അച്ചീവ് ചെയ്ത് കഴിഞ്ഞാലും നമ്മളെ 5 സ്റ്റാർ ആരും മറന്നു പോകും. അന്ന് കിട്ടിയ 5 രൂപയുടെ ഒരു എക്സൈറ്റ്മെന്റ് ഇതിനുണ്ടാവില്ല. ബട്ട് സ്റ്റിൽ യു ക്യാൻ ഗോ ബാക്ക് ആൻഡ് ട്രൈ. നമ്മൾ കുറച്ചെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, നമുക്ക് 10,000 അല്ലെങ്കിൽ 1,00,000 ഉണ്ടെങ്കിൽ നമ്മൾ പോയിട്ട് നമ്മൾ ആഗ്രഹിച്ച് തരുന്ന ഒരു 5 സ്റ്റാർ മേടിച്ച് കഴിച്ച് നോക്കണം. അത് ശരിക്കും പറഞ്ഞാൽ അവിടെയാണ് നമ്മുടെ മെന്റൽ. ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ഒറ്റക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ പോയിരിക്കും. വി ഷുഡ് അതാണ് പറഞ്ഞത്. ഈ ഇന്നത്തെ പല ജനറേഷനിലുള്ള ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങളില്ലേ, പണ്ടത്തെ ആൾക്കാരാണ് കരയാത്തത്. ഞാനും കണ്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ പയ്യന്മാരൊക്കെ ഇല്ലേ, ഇപ്പോഴത്തെ പയ്യന്മാരൊക്കെ പൊട്ടിയാണ് കരയുന്നത്. ഞാൻ പണ്ടൊക്കെ ഒരു മരണ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ചെക്കന്മാർ കരയുന്നത് കണ്ടിട്ടേ ഇല്ല. ചെക്കന്മാർ, പാരൻസ്, അച്ഛനോ, എൻ്റെ അച്ഛനൊന്നും കരയുന്നത് കണ്ടിട്ടേ ഇല്ല. എൻ്റെ അച്ഛൻ കരയുന്നത് കണ്ടിട്ടുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സിനിമകൾ കണ്ടിട്ട് ഇതാണ് ഇമോഷണൽ ആവുന്നത് മാത്രമേ കണ്ടിട്ടുള്ളൂ. അല്ലാതെ മരണ വീട്ടിലൊന്നും പോയിട്ട് പുള്ളിക്കാരൻ കരയുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇപ്പോഴത്തെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ വീഡിയോസിലൊക്കെ കാണുമ്പോഴത്തേക്കായാലും പിള്ളേരൊക്കെ ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് പൊട്ടിക്കരയാണ്. ബിക്കോസ് ദേ കെയിം ഔട്ട് ഓഫ് ദാറ്റ് സിസ്റ്റം. ഈ ആൺകുട്ടികൾ കരയാൻ പാടില്ല എന്നൊരു കൺസെപ്റ്റിൽ നിന്ന് തിരിച്ച് പുറത്തു വന്ന ആൾക്കാരാണ്. ഈ പണ്ടത്തെ ആൾക്കാരെ കാര്യം പറഞ്ഞപ്പോൾ അറിയാട്ടോ, ഇപ്പം നമ്മൾ 1920 ബ്രിട്ടീഷർ ആ ടൈമിലൊക്കെ നോക്കുകയാണെന്ന് വെച്ചാൽ നമ്മളെ ആൾക്കാരൊക്കെ രാവിലെ എണീച്ചാൽ ചിലപ്പം ഇവരുടെ അടുത്തുനിന്ന് വെടി കൊണ്ട് നെഞ്ഞിൽ കയറോ ഇല്ലേ എന്നുള്ളത് നമുക്ക് അറിയില്ല. അങ്ങനത്തെ ഒരു ലൈഫ് ജീവിച്ച ജനറേഷൻ്റെ ബാക്കിയാണ് നമ്മൾ. അവർ ജാലിയൻ വാലാബാഗ് ആയാലും ഒരുപാട് സംഭവങ്ങൾ നമ്മളെ നാട്ടിലൊക്കെ നടന്നതാണത്. അതൊക്കെ നമുക്ക് ആലോചിക്കുമ്പോൾ നമ്മളിന്ന് ജീവിക്കുന്നത് അത്രയും സ്വർഗത്തിലാണ്. അവരന്ന് അത്രയും എടങ്ങറായതുകൊണ്ടാണ് നമുക്കിന്ന് ഈ സ്വതന്ത്രം കിട്ടിയത്. പക്ഷേ അന്നത്തെ ഒരു അവസ്ഥ ആലോചിച്ചൊക്കെ അവരുടെ മെൻ്റൽ ഹെൽത്തിൻ്റെ ലൈക്ക് അതങ്ങനെ ഒരു പവർഫുള്ളായ മെൻ്റൽ ഹെൽത്തേക്കാണ്. ലൈക്ക് അവർ മോർണിംഗ് വേക്കപ്പ് ചെയ്യുന്നു, എന്തിനും മരിക്കാൻ റെഡി ആയ ഒരാൾക്ക് പിന്നെ ഒന്നിനും പേടിക്കാനില്ല എന്നുള്ളൊരു എക്സാമ്പിളാണ് അന്ന് ജീവിച്ച ആൾക്കാർ. ഒരു സിനിമ ഉണ്ട് ആനവാൽ മോതിരം എന്ന് പറഞ്ഞിട്ട്, പിന്നെ ശ്രീനിവാസൻ്റെയും സുരേഷ് ഗോപിയുടെയും. അതിൽ ശ്രീനിവാസന് ക്യാൻസർ ആണെന്ന് ഒരു ടെസ്റ്റിൽ, ശരിക്കും ക്യാൻസർ അല്ല, പക്ഷേ ആ ഒരു ബ്ലഡ് മാറിപ്പോവും. അങ്ങനെ ഇയാൾ ക്യാൻസർ ആണ്, ഇത്ര ദിവസക്കാലം ജീവിക്കുള്ളൂ എന്ന് പറയും. ഇയാളൊരു പേടിത്തൊണ്ടനായ പോലീസ് ഉദ്യോഗസ്ഥൻ ഒറ്റയടിക്ക് മാറും. ഇയാളെല്ലാവരും പോയി അടിക്കുന്നു, ഇയാൾ ഒന്നും ചെയ്യാൻ പേടില്ല. അങ്ങനെ കുറേ സംഭവങ്ങൾ, ബോംബ് വെച്ചിട്ട് ഒരാൾ ബിൽഡിങ് പിന്നെ ഇൻവൈഡ് ചെയ്തപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇയാൾ സിമ്പിളായിട്ട് കയറിപ്പോയി ഇപ്പൊ പൊട്ടിക്കണം എന്ന് പറയുന്നു. അങ്ങനെയൊക്കെ പിന്നെ ഇയാൾ ലാസ്റ്റ് മനസ്സിലാക്കാണ് ഇയാളെ ബ്ലഡ് മാറിപ്പോയതാണെന്ന് അറിയുമ്പോൾ ആ ടൈം മുതൽ അയാൾക്ക് പേടി തുടങ്ങി. അപ്പോൾ അത് മനസ്സിലാക്കേണ്ട എന്താ അറിയോ, അങ്ങനെ ഈ സോൾജേഴ്സിന്റെ മൈൻഡ് സെറ്റ് വേണമെന്ന് പറയേണ്ട ഒരു ഉദാഹരണമാണത്. മരിക്കാൻ എപ്പോഴും റെഡി ആയ ആൾക്ക് ഒന്നിനെയും പേടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത്. ഈ ആൾക്കാർ മരണത്തിനെ പേടിക്കുന്ന കണക്കാണ് ഈ പല കാര്യങ്ങളും. പിന്നെ പക്ഷെ നമ്മൾ ഈ മെന്റൽ ഹെൽത്തിനെ പറ്റി പറയുമ്പോഴത്തേക്കേ, ഇപ്പോഴത്തെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിനെ അഡ്രസ്സ് ചെയ്ത് സംസാരിക്കുമ്പോഴത്തേക്ക് നമ്മളെല്ലാം പറഞ്ഞിട്ട് ഞാൻ എപ്പോഴും വരുന്ന ഒരു കാര്യമാണ് നമ്മുടെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അഡ്രസ്സിങ് എപ്പോഴും. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മുടെ മെന്റൽ ഹെൽത്ത്, നമ്മുടെ നല്ല ആരുടെയും മെന്റൽ ഹെൽത്തിന് ഒരു തരത്തിലുള്ള പരിഗണനയും കൊടുക്കാത്ത ഒരു സൊസൈറ്റിയാണ്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മോശം പറയുക അല്ലെങ്കിൽ കളിയാക്കുക. ഇപ്പം ഈ ഇടയ്ക്ക് വെച്ചിട്ട് ഈ ഫേസ്ബുക്കൊക്കെ ഇങ്ങനെ എക്സ്ട്രീമായിട്ട് നിൽക്കുന്ന സമയത്ത് ഈ ബോഡി ഷേമിങ്ങിനെ പറ്റിയൊക്കെ ആൾക്കാർ പറയാറുണ്ടല്ലോ. ലൈക്ക് ആ ബോഡി ഷേമിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഇന്നിപ്പോൾ വേറെ എന്തൊക്കെയോ ലെവലാണ്. ലൈക്ക് എല്ലാത്തിനും എന്തിനും ഇപ്പോൾ സ്ലട്ട് ഷേമിങ് ആയാലും എല്ലാ രീതിയിലുള്ള കളിയാക്കലുകളായാലും ആക്ഷേപങ്ങളായാലും സ്ത്രീകൾക്കെതിരെ ഉണ്ട്, പുരുഷന്മാർക്കെതിരെ ഉണ്ട്. ഞാൻ രാവിലെ ഫൈസലിനോട് പറഞ്ഞ കണക്ക് പുരുഷന്മാർക്കെതിരെ വരുമ്പോഴത്തേക്ക് ആരും
ആ ഒരു സീരിയസ്നെസ്സിൽ അഡ്രസ്സ് ചെയ്യാറില്ല. അവനൊരാണല്ലേ എന്ന് പറഞ്ഞ് തള്ളിക്കളയും. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല, ഇത് കാര്യം ഇതിന്റെ മുന്നിൽ നിൽക്കുന്നത് ആണുങ്ങളാണ്. ഇതിനെ കളിയാക്കാനായാലും ഇപ്പം ട്രോളർമാരുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് പറയുന്നത് നമ്മുടെ മലയാളത്തിലെ പ്രമുഖ വ്ളോഗർമാർ അല്ലെങ്കിൽ ട്രോളർമാരെ എടുത്ത് നോക്കിയാൽ മതി. ഇവന്മാരൊന്നും നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ ഒരു തരത്തിലും എന്താ പറയുക, ഒരു തരത്തിലും പരിഗണന തരാത്ത രീതിയിലാണ് ട്രോളാറ്. ആ ഗായത്രി സുരേഷ് എന്ന് പറയുന്ന നടിയൊക്കെ മറ്റേ വന്നിട്ട് പുള്ളിക്കാരി മുഖ്യമന്ത്രി അടുത്ത് വന്ന് പറയുകയാണ് എങ്ങനെയെങ്കിലും ഈ ട്രോളന്മാർക്കെതിരെ നടപടി കൈക്കൊള്ളണം. അതും എടുത്ത് ട്രോളാണ്. സോ ലൈക്ക് അവരുടെ മെൻ്റൽ ഹെൽത്ത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. ഇതിനുള്ള ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അൽഫോൺസ് പുത്രനില്ലേ, അൽഫോൺസ് പുത്രൻ്റെ സിനിമ മറ്റേ ഗോൾഡ് എന്ന് പറയുന്ന പടം. അപ്പം ആ പടം ഭയങ്കര പ്രതീക്ഷയായിരുന്നു. അപ്പോൾ പ്രേമത്തിന് ശേഷം കുറേ കഴിഞ്ഞിട്ടാണ് അൽഫോൺസ് പുത്രൻ പടം എടുക്കുന്നത്. ആ പടം എടുത്തിട്ട് ഇപ്പോൾ ഗോൾഡ് സിനിമ വരുന്നു. ആ സിനിമ പരാജയപ്പെടുന്നു. അതിനോടനുബന്ധിച്ച് അങ്ങനെ എക്സ്ട്രീം ഇതായിട്ട് പുള്ളീനെ അങ്ങ് ട്രോൾ ചെയ്യണം. പുള്ളിയാണ് കളിയാക്കുന്നത്. എത്ര വർഷത്തിന് ശേഷമല്ലേ പ്രേമം കഴിഞ്ഞിട്ട് ഗോൾഡ് ഇറങ്ങുമ്പോൾ അപ്പോൾ ആൾക്കാർക്കായി എക്സൈറ്റ്മെന്റ് ഒക്കെ കൂടി. അൾട്ടിമേറ്റ്ലി ഒരു അൽഫോൺസ് പുത്രൻ പടം എന്നുള്ള രീതിയിലാണ് ആ പടത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നത്, ആ പടം വരുന്നതും ഒക്കെ. എന്നിട്ട് ഈ പറയുന്ന ഈ സോ കോൾഡ് പ്രമുഖ ട്രോളർമാരെല്ലാം പുള്ളീനെ ട്രോൾ ചെയ്യാണ്, കളിയാക്കാണ്. ഓക്കെ, ഒരു പടം മോശമായി കഴിഞ്ഞാൽ ആ പടം മോശമാണെന്ന് പറയാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. എനിക്കുണ്ട്, നിനക്കുണ്ട്, കാണുന്ന എല്ലാവർക്കും ഉണ്ട്. പക്ഷേ അൾട്ടിമേറ്റ്ലി ആ സംവിധായകനെ ടാർഗറ്റ് ചെയ്തിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പുള്ളി പറയുന്ന ഓരോ ഫേസ്ബുക്ക് സ്റ്റേറ്റ്മെന്റിന്റെ അടിയിലും ഇവന് വട്ടായി അല്ലെങ്കിൽ ഈ സൈക്കോ അല്ലെങ്കിൽ വട്ടായി എന്നുള്ള സ്റ്റേറ്റ്മെന്റ് എന്നൊക്കെ വളരെ ബാലിശമായിട്ട് എടുത്ത് ഉപയോഗിക്കുക. അയാളുടെ മെൻ്റൽ ഹെൽത്തിനെ അത് അങ്ങനെ ബാധിക്കും എന്നുപോലും ചിന്തിക്കാതെയാണ്. അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി എന്നിട്ട് റിമൂവ് ചെയ്തൊരു പോസ്റ്റ് ഉണ്ട്. അത് സത്യമാണെന്ന് അറിയത്തില്ല. പുള്ളി പറഞ്ഞത് പുള്ളിക്കാരന് ഓട്ടിസ്റ്റിക് മറ്റേ എന്താ പറയുന്ന ACD ഡിസോർഡർ ഉണ്ട് എന്നും പറഞ്ഞ് പുള്ളി ഒരു പോസ്റ്റ് ഇട്ടു. എന്താ പറയുന്ന ഓട്ടിസ്റ്റിക് സ്പെക്ട്രം ഡിസോർഡർ ആ സാധനം ഉണ്ടെന്നും പറഞ്ഞ് പുള്ളി ഒരു പോസ്റ്റ് ഇട്ടു. അതിൻ്റെ അടിയിലും പുള്ളിനെ കളിയാക്കുക, ഇവന് വട്ടാണ്, ഇവൻ ചുമ്മാ എന്തൊക്കെയോ വിളിച്ച് പറയുകയാണെന്ന് പറഞ്ഞിട്ട്. ഒന്ന് ആലോചിക്കുക, അയാളുടെ മെൻ്റൽ ഹെൽത്തിന് ഒരു തരത്തിലുള്ള പരിഗണന കൊടുക്കുന്നില്ല. അയാളൊരു ഡയറക്ടറാണ്. അപ്പോൾ ഒരു സാധാരണക്കാരൻ്റെ കാര്യം ഒന്ന് ആലോചിക്കുക. അൾട്ടിമേറ്റ്ലി ദ സൊസൈറ്റി ഈസ് ദ പ്രോബ്ലം. സൊസൈറ്റി ഭയങ്കര പ്രശ്നമാണ്. അതായത് ഒരുത്തം പഠിച്ച് അവൻ അച്ചീവ് ചെയ്തില്ലെങ്കിൽ കമ്പയർ ചെയ്ത് തുടങ്ങുന്നിടം തൊട്ട് അവൻ്റെ മെൻ്റൽ ഹെൽത്തിനെ അത് ബാധിച്ചു തുടങ്ങുകയാണ്. പക്ഷേ പണ്ട് തൊട്ട് നമ്മളെ നാട്ടിൽ ഇപ്പോൾ ഇതൊക്കെ മാറി വരുന്നുണ്ട്. ആണുങ്ങളുടെ പ്രശ്നം വെച്ചാൽ ആണുങ്ങൾ അച്ചീവ് ചെയ്തേ പറ്റൂ എന്നുള്ള രീതിയിലാണ് നമ്മളെ വളർത്തിക്കൊണ്ടുവരുന്നത്. ആണുങ്ങൾ ഏൺ ചെയ്യണം, ആണുങ്ങൾ വളർന്നു വരുമ്പോഴത്തേക്ക് യു ഹാവ് ടു അച്ചീവ്, നീ വലിയ കാർ മേടിക്കണം, നീ വലിയ വീട് വെക്കണം. സ്ത്രീകൾക്ക് പണ്ട് ആ ഒരു ഇതില്ലായിരുന്നത് കൊണ്ട് ദേ ആർ മെൻ്റലി സേഫ് ഒരു പരിധി വരെ. അവർക്ക് വരുന്ന ഒരു ഇഷ്യൂ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എഗെയിൻ ഇപ്പം അവർ പ്രഗ്നൻ്റ് ആവുന്ന സമയത്ത് എഗെയിൻ അവർക്കുള്ള ബുദ്ധിമുട്ടുകൾ വരും. എഗെയിൻ അവിടെ ഒരു പ്രശ്നം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം സിൻഡ്രോം പോലുള്ള ഇഷ്യൂസ് അത് വരുമ്പോഴത്തേക്ക് സ്ത്രീകൾ അഡ്രസ്സ് ചെയ്യും. അപ്പം ഞാനിപ്പോൾ ഈയിടെ എൻ്റെ വൈഫ് ഡെലിവറി കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞാൻ അതിനെപ്പറ്റി വായിക്കുന്നത്. 1 in 10 men ഈസ് ഹാവിങ് ദിസ് സെയിം പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ. ഇത് എത്ര പേര് കേട്ടിട്ടുണ്ടെന്ന് പോലും ആർക്കും അറിഞ്ഞൂടാ. ആണുങ്ങൾക്കും വരാം പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്നുള്ളത്. സോ അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൊസൈറ്റിയാണ്, ഇപ്പം സോഷ്യൽ മീഡിയ ആയാലും അല്ലെങ്കിൽ ചുറ്റുമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും ഒക്കെ നമ്മുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരെങ്ങനെ പ്രഷർ കൊടുക്കുക. ക്യാമറ കാരണം അത് സൗണ്ട് കേട്ടോ. നമ്മുടെ അവസരം കിട്ടാൻ നിൽക്കുക. നമ്മുടെ ഏത് വീഡിയോ ആണ് യൂട്യൂബിൽ ആക്ച്വലി കുറെ കഴിഞ്ഞിട്ട് വീഡിയോ ഇല്ലാതെ ഓഡിയോ മാത്രമേ ഉള്ളത്? അത് ആ വീഡിയോ ഓഡിയോ അല്ല, എൻ്റെ ലെവല് കമ്മിയായി, ഞങ്ങൾ ചെക്ക് ചെയ്തില്ല എൻ്റെ മൈക്കിൻ്റെ. പക്ഷെ ഇതിലും ഓക്കെയാണ്. അതിപ്പോ പറഞ്ഞ കാര്യമാണെങ്കിലും നോക്കുക വയസ്സല്ലേ, ഇപ്പോൾ ഹരിയേട്ടൻ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ എത്ര പോസിറ്റീവ് ചെയ്യുകയാണെങ്കിലും അതിൽ നെഗറ്റീവ് കണ്ടെത്തി അത് ആഘോഷിക്കാനും വിമർശിക്കാനും കുറ്റപ്പെടുത്താനും കളിയാക്കാനാണ് എല്ലാവർക്കും താല്പര്യമുള്ളത്. നമ്മൾ നാളെ പറഞ്ഞു ഏറ്റവും വലിയ ഉദാഹരണമാണ് ബിഗ് ബോസ്. മെന്റാലിറ്റി ഉള്ള എക്സാക്ട്ലി. ഓരിപ്പോ ചെയ്യണത് എന്താ, ഇനിയിപ്പോ ജാസ്മിൻ ജാഫറിന്റെ കേസിന്റെ അടുത്ത് നോക്ക്, ഏറ്റവും അവസാനം വരെ അങ്ങനെ വെച്ചത് എന്തിനാണ്, മാക്സിമം അവളെ നെഗറ്റീവ് കാണിച്ചിട്ട് TRP കൂട്ടിയതാണ് ഈ സീസണിൽ ഉണ്ടായത് അല്ലേ. ആ ആൾക്കാരുടെ ആ ഒരു സാഡിസ്റ്റിക് മെന്റാലിറ്റി മാക്സിമം പ്രൊമോട്ട് ചെയ്തിട്ടാണ് അവർക്ക് ഇത് നിലനിർത്താൻ പറ്റുള്ളൂ. ട്രോളന്മാരാണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളോട് ഭയങ്കര താല്പര്യമാണ്, അപ്പൊ അതിനെ പ്രൊമോട്ട് ചെയ്യാണ്. പക്ഷെ ഒരു പോയിന്റ് ഉണ്ട്, ഈ സൈബർ ബുള്ളിയിങ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ആണുങ്ങൾക്കാണ്. പക്ഷെ നമ്മൾ കൂടുതൽ ന്യൂസിലും പിന്നെ ബാക്കി മീഡിയ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് കൂടുതൽ ഫീമെയിൽസിന് കിട്ടുമ്പോഴാണ്. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പൊ തിരുവനന്തപുരത്ത് ഒരു കുട്ടി തൂങ്ങി മരിച്ചു എന്ന് പറഞ്ഞില്ലേ, നമ്മളാണുങ്ങളിപ്പോൾ അരിയേട്ടന് ഞാൻ രാവിലെ സംസാരിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ക്രിസ്ത്യാനോക്കൊക്കെ എത്ര പെനാൾഡോ മറ്റേത് വിളിച്ചിട്ട് മെസ്സി ഇവിടെ ഗോൾ അടിച്ചാൽ എന്തൊക്കെയാണ് പറയുന്നത്, അങ്ങനെ എത്ര ആൾക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ റാബിയറ്റ് മറ്റേ യമാലിൻ്റെ അടുത്ത് പറഞ്ഞു
വലിയ കളികളിലൊന്നും നിനക്ക് ഫോം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ചോദിക്കണ്ടേ? അപ്പോൾ യമാല് കഴിഞ്ഞ കളിയിൽ ഗോൾ അടിച്ചു. ഓക്കെ, അപ്പോൾ റാബിയറ്റിന്റെ പോസ്റ്റിന്റെ അടിയിൽ പോയിട്ട് എന്തൊക്കെ പറയുന്ന ആൾക്കാർ പുള്ളിക്കാരൻ കമന്റ് ഓഫ് ചെയ്ത്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഒരു ന്യൂസ് ഒരു സെലിബ്രിറ്റിനെ പറ്റിയിട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിയാക്ഷൻ ഇവിടെ നടക്കുന്നത് ഇവരെ കമൻസിലപ്പോൾ ഈ കാലത്ത് അവർ കമൻസ് ഓഫ് ആക്കിയിട്ടാണ് ആൾക്കാർ എന്തൊക്കെയാണ് പറയുന്നത്. ചില കമൻസിലൊക്കെ ഇവർക്കും ഫാമിലിയൊക്കെ ഉണ്ട് ഒരു വശം. ഇപ്പോൾ മമ്മൂട്ടി മോഹൻലാലും കേരളത്തിൽ ഏറ്റവും കൂടുതൽ സൈബർ ബുള്ളിങ്ങിന് ഇരയായിട്ടുള്ള ആൾക്കാർ. ഇവരെ സിനിമ പൊട്ടുമ്പോഴൊക്കെ മോഹൻലാലിന്റെ ഒക്കെ പടങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അതിന്റെ അടിയിൽ വന്നിട്ട് പറയുന്ന ഫാൻസ് മാത്രമൊന്നുമല്ല, ചിലർ പറയും മമ്മൂട്ടി ഫാൻസ് ചെയ്യുന്നതാണെന്നൊക്കെ പറയും. മമ്മൂട്ടി ഫാൻസ് മാത്രമൊന്നുമല്ല, സിനിമ കാണാത്ത ആൾക്കാർ, സിനിമയായിട്ട് ഒരു താല്പര്യമില്ലാത്ത ആൾക്കാരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കെട്ടുകയാണ്, ഇങ്ങനെ ട്രോൾസ് ഉണ്ടാക്കി ഇങ്ങനെ കാത്തിരിക്കുക എന്ന് പറയില്ലേ, അതിങ്ങനെ പൊട്ടിച്ചങ്ങോട്ട് വിടാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇവർ ഞാനിപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരാളുടെ പേര് എടുത്ത് തന്നെ പറയണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഉപയോഗിച്ചില്ലേ നമ്മുടെ ട്രോളൻ ആൽവിൻ ജോഷി, ഇവന്മാരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ആദ്യ കാലത്തൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നമ്മുടെ മെൻ്റൽ ഹാപ്പിനെസ്സിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ. പക്ഷേ പിന്നെ ഇവർ ചിലരുടെ ഒന്നും മെൻ്റൽ ഹെൽത്തിന് തീരെ കൺസിഡറേഷൻ, ഇന്ന് ഇവർ മനുഷ്യരാണ് എന്നുള്ള രീതിയിലുള്ളൊരു കൺസിഡറേഷൻ കൊടുക്കാത്ത രീതിയിലാണ്. അതായത് ഇപ്പം ഒരു സിനിമ പരാജയപ്പെട്ട കാര്യം പറയും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മലക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന പടം പരാജയപ്പെട്ടു. ആ പടം പരാജയപ്പെടുമ്പോഴത്തേക്ക് ഇവർ ഉദ്ദേശിക്കുന്ന മോഹൻലാലിനെ ട്രോളാനായിരിക്കും. അതിനോടനുബന്ധിച്ച് ഇപ്പം ട്രോൾ ചെയ്യപ്പെടുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ മെൻ്റലി അതിനെ അഫക്റ്റ് ചെയ്യുന്നത് അതിൻ്റെ ഡയറക്ടർ ഉണ്ടാവും, അതിൻ്റെ പ്രൊഡ്യൂസർ ഉണ്ടാവും. അവർക്ക് ഫിനാൻഷ്യൽ ലോസ് എന്നതിനേക്കാൾ ഉപരി ആ പ്രൊഡ്യൂസർ മെൻ്റൽ ടോർച്ചറും കൂടെ സഹിക്കേണ്ടി വരുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. അവർ ഒളിച്ചോടും, ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടും. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് സൂയിസൈഡ് ചെയ്യാതെ ജീവിക്കുന്ന ആൾക്കാർ എന്ന് പറയുന്ന കണക്കത്തുള്ള ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. അത് നമ്മൾ ചുമ്മാ എടുത്ത് നോക്കിയാൽ മതി. നമ്മുടെ ഇൻസ്റ്റാഗ്രാമൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും കമൻറ്റ് വായിക്കാനാണ് ഇഷ്ടം, നല്ലൊരു ശതമാനം ആൾക്കാർ. ബിക്കോസ് വൈ വി നോ ലൈക്ക് ഒരു വീഡിയോ കാണുമ്പോൾ നമ്മൾ തന്നെ ജഡ്ജ് ചെയ്യും. അത് നമ്മളുടെ ആ തോട്ടാണ്. ഓക്കെ, ഞാനൊക്കെ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരാണ്. അതൊക്കെ ഒരു തരം വൈകൃതമാണ്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, നല്ലൊരു ശതമാനം ആൾക്കാരും ആ സെയിം രീതിയിലായിരിക്കും, പാറ്റേണിലായിരിക്കും ചിന്തിച്ചിരിക്കുന്നത്. നമുക്കത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോൾ ചില ഇൻഫ്ലുവൻസേഴ്സിൻ്റെ വീഡിയോ കാണാനില്ല ആൾക്കാർ, സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഇയാളെ വീഡിയോ കാണാണ്. പക്ഷേ വീഡിയോൻ്റെ ഇതിലേറെ ഫസ്റ്റ് കമൻസൊക്കെ നോക്കണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനെ പറ്റി എന്താ പറയുന്നത്. ഇപ്പോൾ സീക്രട്ട് ഏജൻറ്റ് ഇവിടെ പോയി വന്ന ശേഷം സീക്രട്ട് ഏജൻറ്റിന് ഒരു ഇന്ത്യക്ക് മൈൻഡിൽ അയാളൊരു മസ്കുലിൻ ക്യാരക്ടറായ ഒരാളായിരുന്നു, സിഗ്മ ആയിരുന്നു. പക്ഷേ എനിക്കും എപ്പോഴും നല്ല റെസ്പെക്റ്റ് ഉള്ള ഒരാളാണ് അയാൾ, മനസ്സിലായോ? ഇപ്പോഴും എനിക്ക് റെസ്പെക്റ്റ് ഉള്ള ഒരാളാണ് സീക്രട്ട് ഏജൻറ്റ്. അപ്പോൾ അയാളെ പിന്നെ ഇപ്പോൾ എന്തൊക്കെയോ അതായി മറ്റേതായി മറിച്ചതാണ്, അങ്ങനെയൊക്കെ കുറേ കളിയാക്കുന്നുണ്ട് ആൾക്കാർ. അതെ അതെ. പക്ഷേ എനിക്കുണ്ട് പുള്ളിക്കാരൻ തിരിച്ചു കൊണ്ടുവരുന്നത്. അയാൾ റിപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് നല്ല ഇഷ്ടമാണ്. എല്ലാം ഡീറ്റെയിൽ ആയി പറയും, പല കാര്യങ്ങളായാലും. ഹിപ്പോക്രസി കുറവാന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ആക്റ്റീവായിട്ട് ഫോളോ ചെയ്യുന്ന ആളല്ല, ബട്ട് ഞാൻ നല്ലൊരു രീതിക്ക് തന്നെ. പക്ഷെ എന്താ പറയുക, നമ്മള് ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ അടിപൊളിയാന്ന് വെച്ചിട്ട് മറ്റു കാര്യങ്ങളിൽ ആള് സൂപ്പർ ആയിക്കോളുന്നില്ല. അങ്ങനത്തെ ഒരു ജഡ്ജ്മെന്റ് എല്ലാവർക്കും ഉണ്ട്. ഇപ്പൊ ഞാൻ നല്ലൊരു ഓട്ടക്കാരനെന്ന് വിചാരിച്ചിട്ട് നല്ല രീതിയിൽ ഫുട്ബോൾ കളിക്കാൻ പറ്റിക്കോളുന്നില്ല. അങ്ങനത്തെ ഒരു ജഡ്ജ്മെന്റ് എല്ലാ കാര്യങ്ങളിലും ആളുകളുടെ ഇടയിൽ പൊതുവേ ഉള്ളതുകൊണ്ടാണ് എന്തെങ്കിലും ഒരു നെഗറ്റീവ് കിട്ടുമ്പോൾ അതങ്ങോട്ട് അടിച്ച് ആളെ മാനസികമായിട്ട് അങ്ങോട്ട് ഇല്ലാതാക്കും. പിന്നെ ഇപ്പം ഞാൻ ഇപ്പോൾ ഫുട്ബോളിൽ മോശമാണെന്ന് പറഞ്ഞിട്ട് ആളുകൾ കളിയാക്കി വരുമ്പോൾ പിന്നെ ഒരു സാഹചര്യത്തിൽ എനിക്ക് ഓടുമ്പോഴും എനിക്കത് ഫീൽ ചെയ്യും. ഞാനൊരു ഓട്ടക്കാരൻ, മനസ്സിലായി, എൻ്റെ ഓട്ടത്തിനെ അത് എഫക്റ്റ് ചെയ്യും. ഇതിലിപ്പോൾ എന്തെങ്കിലും സംഭവിക്കുമോ, അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് സംഭവമാണ് ആളുകൾ എഫക്റ്റ് ചെയ്യണം. പിന്നെ വേറൊരു പ്രശ്നം എന്താ പറയുക, ഈ മീഡിയ, ഈ പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമിൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒരു ന്യൂസ് നമ്മൾ കേൾക്കുമ്പോൾ വൺ സൈഡേ കേൾക്കുന്നുള്ളൂ. ഇമോഷണൽ ആയിട്ടുള്ള ഒരു കാര്യമൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഇപ്പോഴത്തൊരു കല്യാണം മുടക്കിന്ന് ഒരാളെ അടിക്കുന്നതൊക്കെ കണ്ടില്ലേ, അത് നിങ്ങൾ കണ്ടിരുന്ന വീഡിയോ? അപ്പോൾ അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ എന്താ കാര്യം നമ്മൾ അറിഞ്ഞിട്ടില്ല. നമ്മൾ ഇയാളപ്പോൾ കല്യാണം മുടക്കിയ ഒരാള്, അയാൾക്ക് മക്കളുണ്ട്, പേരക്കുട്ടികളുണ്ട്, വീട്ടുകാരുണ്ട്, അങ്ങനെ ന്യൂസ് ആയിട്ടൊക്കെ വന്നില്ല എന്തൊക്കെയാ, എന്തോ ആവട്ടെ. പക്ഷെ നമ്മളെ അവരൊക്കെ കാണണ്ടല്ലോ, ഇവർക്കിത് വീഡിയോ എടുത്ത് ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യമില്ലായിരുന്നില്ല അത്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പുള്ളിക്കാരനെ പബ്ലിക് അറിയിക്കാതെ അയാളോട് പോയി സംസാരിച്ച് ഇത് ഡീൽ ചെയ്യായിരുന്നു അവർക്ക്, എന്താവട്ടെ. ഇതേപോലെ തന്നെ പല കാര്യങ്ങളും. ഇപ്പോൾ തൊപ്പിയുടെ ഒരു കാര്യം ഞാൻ പറയട്ടെ. തൊപ്പി ഫസ്റ്റ് വന്ന ടൈമിൽ അവൻ്റെ പാരൻസിനെ നന്നായിട്ട് ആൾക്കാർ ബ്ലെയിം ചെയ്തിരുന്നു. ഒരാളിന്നേ വരെ അവൻ്റെ പാരൻസിൻ്റെ ഭാഗത്തുനിന്ന് എന്താണെന്നുള്ളത് ഇതുവരെ കേട്ടിട്ടില്ല. അവൻ്റെ ഉപ്പാനൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, അവൻ്റെ ഉപ്പാനൊക്കെ പലതും പറഞ്ഞിരുന്ന ആൾക്കാർ കമൻസിലുണ്ട്. നമ്മളൊക്കെ വന്ന തൊപ്പിൻ്റെ ഒക്കെ കണ്ടിരുന്നല്ലോ, ഐഷോ സ്പീഡിൻ്റെ ഒരു വേർഷൻ മലയാളത്തിൽ വന്നു എന്നുള്ള ആ രീതിയിൽ നമ്മൾ കണ്ടിരുന്നു.
അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ആരെങ്കിലും തൊപ്പിയുടെ അപ്പാൻ്റെ അടുത്ത് നിന്ന് എന്താണ് ഇതിൻ്റെ സ്റ്റോറി, എങ്ങനെയാണ് മൂപ്പരൊരു ഹിറ്റ്ലർ വീട് ഭരിച്ച അങ്ങനെ ഒരു രൂപത്തിൽ ആൾക്കാർ കണ്ടത് അയാൾ അന്ന് ആ ടൈമിൽ ഫ്രീഡം കൊടുക്കാതെ കെട്ടിട്ട് എന്തൊക്കെ ഉപദ്രവിക്കുന്ന രീതിയിലുള്ള ഒരു സംഭവങ്ങളായിട്ടാണ് അന്ന് വന്നത്. ഞാൻ നമ്മളെ മനസ്സിൽ അങ്ങനത്തെ ഒരു പിക്ചറായിരിക്കും കുറേ ആൾക്കാരെ മനസ്സിൽ. പിന്നെ അവൻ വീട്ടിൽ നിന്നൊക്കെ ലൈവ് ഇടുമ്പോൾ വീട്ടുകാരൊക്കെ ചൂടാകുന്നതും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ കണ്ടിരുന്നത് അല്ലേ. പക്ഷെ അവരെ സൈഡ് ആരും കേട്ടിട്ടില്ല. എന്താ അരിയേട്ടന് അത് പറയാനുള്ളത്? തൊപ്പിയുടെ കേസിൽ എനിക്കറിയത്തില്ല, പക്ഷേ എന്താ പറയുന്ന അങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ. ആ ഒരു ഇത് വെച്ചിട്ട് പ്രീ ജഡ്ജ്മെന്റ് വെച്ചിട്ടേ ആൾക്കാരങ്ങ് പറയും ലൈക്ക് അവൻ്റെ വളർത്തു ദോഷമാണ്. അത് നമ്മൾ പലരും കേൾക്കുന്ന ഒരു സാധനമല്ലേ, വീട്ടുകാരുടെ വളർത്തു ദോഷം കൊണ്ടാണ് അവൻ എങ്ങനെ ആയി തീർന്നത്, വീട്ടുകാർ മര്യാദയ്ക്ക് അവന് സ്വാതന്ത്ര്യം കൊടുക്കാത്തതുകൊണ്ടാണ് അങ്ങനെ ആയി തീർന്നതെന്നൊക്കെ ലൈക്ക്. പക്ഷേ സൊസൈറ്റിക്ക് അത് കറക്റ്റ് ചെയ്യാലോ. സൊസൈറ്റി എന്നിട്ട് എന്താ ചെയ്യുന്നത്, അവനെ ചുമ്മാ താറടിച്ച് കാണിക്കുന്നു, അവൻ കുറച്ചും കൂടെ പോപ്പുലർ ആവുന്നു. അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കാനില്ല, കാരണം ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലല്ലോ ആയിരിക്കും എന്തിന്. പക്ഷെ ഇതിന് സൊല്യൂഷൻ എന്താണ്? സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് എന്താ പറയുക, സെൽഫ് റിയലൈസേഷൻ എന്നുള്ളൊരു സാധനമാണ്. ആൾക്കാർ മനസ്സിലാക്കുക എന്താണ് കാര്യം. ഇന്നത്തെ കാലത്ത് ഇത് മനസ്സിലാക്കാനും അത് ഡയഗ്നോസ് ചെയ്യാനും ഒരുപാട് വഴികളുണ്ട്. എസ്പെഷ്യലി ഇൻ്റർനെറ്റിൽ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നല്ല എന്താ പറയുക, യൂട്യൂബേഴ്സ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് നല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഈ യൂത്തൊക്കെ ബിഹേവ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാലേ. അല്ല, അവയർനെസ് പ്രോഗ്രാംസ് ഓൾറെഡി കുറെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു ഇതായി വരുന്നുണ്ട്. ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞോട്ടെ, പിന്നെ ഫൈസൽ നേരത്തെ പറഞ്ഞില്ലേ, ഈ സ്ത്രീകൾക്കെക്കാട്ടിലും ആണുങ്ങൾക്കാണ് സൈബർ ബുള്ളിങ് കൂടുതൽ നേരിട്ട് നിന്നിട്ട് അധികം റിപ്പോർട്ടിങ്ങും പ്രശ്നങ്ങളൊന്നും പുറത്തു വരാറില്ലെന്ന്. അതിൻ്റെ ഒരു കാര്യം ആദ്യം പറഞ്ഞ കാര്യമാണ്, ഈ ആണുങ്ങൾ കരയാറില്ല, കരഞ്ഞു കഴിഞ്ഞാൽ മോശമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആണുങ്ങൾ ഇതൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അയ്യേ ഇവനെന്ത് കണ്ണാപ്പിയാണ് എന്ന ഒരു ഇവന് കരയുന്ന. ഇപ്പം നമ്മളുടെ സറൗണ്ടിങ്സ് തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം കളിയാക്കുമ്പോഴത്തേക്ക് പോയി പറഞ്ഞടാ ഇനി ഞാൻ അങ്ങനെ വിളിച്ച് കളിയാക്കരുത്, ഇവ എന്താ കണ്ണാപ്പിയാകുന്നത്, ഞാൻ ഇങ്ങനെ തമാശയ്ക്ക് പറഞ്ഞല്ലേ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇറ്റ്സ് എ ഫാക്ട്. അത് എന്താ പറയുന്ന നല്ല രീതിയിൽ സൈബർ ബുള്ളിങ്ങിൻ്റെ കേസിൽ മാത്രമല്ല, ഇപ്പോൾ വട്ടപ്പേര് വിളിച്ച് കളിയാക്കുന്നതൊക്കെ ആയാലും ഫ്രണ്ട്സിൻ്റെ ഇടയിലാകുമ്പോഴത്തേക്ക് അതൊരു തമാശയാണ്. വെൻ ഇറ്റ് കംസ് ടു സോഷ്യൽ മീഡിയ ഒന്ന് ആലോചിക്കുക, നമ്മളായാലും ചുമ്മാ തമാശയ്ക്ക് ഓരോന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ നമ്മളത് കഴിഞ്ഞു. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു സോഷ്യൽ മീഡിയ അത് അതിൻ്റെ എക്സ്ട്രീം വെർഷനിലേക്ക് വരുമ്പോഴത്തേക്ക് അത് ഭയങ്കരമായിട്ട് ബാധിക്കും. ആ കുട്ടി ചെയ്ത കണക്ക് പിന്നെ അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരു ഫോട്ടോ ഇടാൻ പോലും പഠിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. ഞാനൊരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് തന്നെ അയ്യോ അത് ഇങ്ങനല്ലേ, അവൻ ഇങ്ങനെ കമൻറ്റ് ചെയ്യും, ഇവൻ ഇങ്ങനെ കമൻറ്റ് ചെയ്യുമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനത്തെ ഒരുപാട്. അതുകൊണ്ടല്ലേ ഈ ഇൻസ്റ്റാഗ്രാമും കണ്ടറിഞ്ഞിട്ട് നമ്മളെ സ്റ്റോറിയൊക്കെ ഇടുമ്പോൾ നമുക്ക് പ്രൈവസി സെറ്റ് ചെയ്യാൻ പറ്റും, നമ്മളെ ഫ്രണ്ട്സിനെ സെലക്ട് ചെയ്യാൻ പറ്റിയ ഇതൊക്കെ വന്നത്. എന്താ വെച്ചാൽ കുറച്ച് ആൾക്കാർക്ക് അവരെ മുമ്പിലുള്ള ലൈഫിലും അവർക്ക് അതേപോലെ ആവാൻ പറ്റുന്നുണ്ടാവുക. മനസ്സിലായില്ലേ? അപ്പോൾ വേറൊരു കാര്യം കഴിഞ്ഞാൽ ഞാനിപ്പം നീ മെൻ്റൽ ഹെൽത്തിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നത് പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിലോട്ട് വന്ന കുറച്ച് കാര്യങ്ങളായി. എൻ്റെ ഫ്രണ്ട് ഇതിനൊക്കെ അപ്പം ഇതിന് മുമ്പ് നിങ്ങൾ ഇതിനകത്തെ ടോപ്പിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഫാസിൽ ADHD പറ്റി പറഞ്ഞതിന് ശേഷമായി അതും ലൈക്ക് അത് നെക്സ്റ്റ് ലൈക്ക് നമ്മൾ ഇത്ര നേരം പറഞ്ഞത് ഒരു മെൻ്റലി നമ്മളെ പല കാര്യങ്ങളിലും ഇപ്പോൾ വാക്കുകൾ കൊണ്ടൊക്കെ ഉള്ള ഡിസ്റ്റർബൻസും കാര്യങ്ങളും, ഇപ്പോൾ ജനറ്റിക്കലി അല്ലെങ്കിൽ എവല്യൂഷൻ വൈസ് വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്ന ഡിസോർഡേഴ്സിനെ പറ്റിയിട്ടതൊക്കെ ഒരു എപ്പിസോഡ് ചെയ്യണം. അതായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഫാസിലിൻ്റെ ADHD ആയാലും ഇപ്പം നാർസിസ്റ്റിക് ഡിസോർഡർ, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോഴത്തെ ആൾക്കാർ ഇപ്പോഴത്തെ യൂത്തൊക്കെ എന്താ പറയുന്ന അഡിക്ഷൻസിന്റെ എപ്പിസോഡ് ശരിക്കും ഒരു എക്സ്പേർട്ടിനെ വെച്ച് ചെയ്യണം. അഡിക്ഷൻസ് നല്ല രീതിയിൽ സ്റ്റഡി ചെയ്തിട്ട് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. കഴിഞ്ഞാൽ പിള്ളേർക്കൊന്നും ഇപ്പോഴത്തെ യൂത്തിന് നമ്മളെ ഇപ്പം പറയുമ്പോൾ തന്നെ അതിനകത്തും വരും. ഒരു ഉദാഹരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് വൈ ഐ ബിക്കേം എ തന്ത വൈബ് എന്നും പറഞ്ഞ് റെഡിറ്റിൽ ഞാൻ ഈ ഇടയ്ക്കൊരു സാധനം വായിച്ചതാണ്. ഈ 90s വൈ ഐ ബിക്കം എ തന്ത വൈബ് എന്നും പറഞ്ഞൊരു പുള്ളി എഴുതിയിരിക്കുന്നത്. അപ്പോൾ എനിക്കതൊരു പകുതി അതിനകത്ത് യോജിക്കാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പ്രായം അതായതുകൊണ്ടാണ്. അപ്പം അതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന കണക്ക് ഈ കളിയാക്കലുകളില്ലേ, അത് രണ്ട് രീതിയിൽ എടുക്കുന്നവരുണ്ട്. ഇപ്പോഴത്തെ ഒരു ജനറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ആ ഒരു ഗ്യാപ്പുള്ള ആൾക്കാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ തിരിച്ച് അതിന് റിയാക്ട് ചെയ്യുന്നത് ഉടനടി തെറി ആ ഒരു രീതിയിലാണ്. പക്ഷെ പുള്ളി പറഞ്ഞ കറക്റ്റാണ്. നമ്മുടെയൊക്കെ ഒരു ജനറേഷനിൽ ഒരു പ്രാവശ്യം കളിയാക്കി കഴിഞ്ഞാൽ തിരിച്ചൊന്ന് കളിയാക്കും, വീണ്ടും കളിയാക്കും, കളിയാക്കി അങ്ങോട്ടും കളിയാക്കും. എന്നിട്ട് ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒരുത്തൻ്റെ പിടി വിട്ട് കഴിഞ്ഞാൽ അന്നേരമായിരിക്കും ഏറ്റവും എക്സ്ട്രീമിൽ മറ്റോ റിയാക്ട്, ഒന്നി തെറി വിളിക്കുക അല്ല അടി വരിക. പക്ഷേ ഇന്നത്തെ കാലത്ത് ആ ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നില്ല. ആ ഒരു ബോണ്ടും അങ്ങനെയാണ് സൃഷ്ടിക്കപ്പെടുന്നത്. ഇന്നത്തെ ഏറ്റവും പണ്ടത്തെ ആ ഒരു 80s ഇടയിലുള്ള അല്ലെങ്കിൽ 90s ഇടയിലുള്ള ആൾക്കാരെടുത്ത് നോക്കി കഴിഞ്ഞാൽ അവർ തമ്മിൽ നല്ല ബോണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട്
അവർ തന്നെ ആയിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതൽ കളിയാക്കുന്നത്. വാക്ക് തർക്കങ്ങൾ, സംസാരങ്ങൾ. അവരിൽ ഒരാൾ മോഹൻലാലായിരിക്കും, ഒരാൾ മമ്മൂട്ടി ആയിരിക്കും, ഒരാൾ ക്രിസ്ത്യാനോ, ഒരാൾ മെസ്സി. അവന്മാരായിരിക്കും തിക്ക് ഫ്രണ്ട്സ്. എനിക്ക് എൻ്റെ ഫ്രണ്ട്സും അതാണ് കാണാം. എനിക്കിപ്പോഴും ഏറ്റവും എൻ്റെ ആ ഒരു സമയത്ത് ഫ്രണ്ട്സിനെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. പക്ഷേ ഇന്ന് അതില്ല. ഇന്ന് ലൈക്ക് ഹൂ ഈസ് സക്സസ്ഫുൾ, അവൻ്റെ പുറകെ എല്ലാവരും അങ്ങ് പോവുകയാണ്. അപ്പോൾ ആ ഒരു പ്രശ്നം വരുമ്പോഴത്തേക്ക് അവിടെ കമ്മ്യൂണിക്കേഷൻ വരുന്നില്ല, അവിടെ ഈ പറയുന്ന തർക്കങ്ങൾ വരുന്നില്ല, ഒന്നിനോട് ഒരു സീരിയസ്നെസ് ഇല്ല. ലൈക്ക് ആൾക്കാർക്ക് മനസ്സിലാവും കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്ന സാധനം. ഞാനാണെങ്കിൽ ഒരു പയ്യനോട് ഞാൻ ചോദിച്ചേ, അവൻ ഈ ഇസ്രായേൽ ഗാസ വിഷയത്തിൻ്റെ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ അടുത്ത് അവൻ ഇങ്ങനെ അതിനെ പറ്റിയിട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്ഥിരം പോസ്റ്റ് ഇടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ ഇതൊക്കെ ഇങ്ങനെ സ്റ്റോറി ആയിട്ട് ഇടുന്നുണ്ട്, ഇതിന് നിനക്ക് എന്താണ് ഈ സ്റ്റോറി ഇടുന്നതിനേക്കാൾ ഉപരി നിൻ്റെ മെൻ്റൽ തോട്ട്സ് എന്താണെന്ന്. അത് ചോദിക്കാനുണ്ടായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ വേറൊരു പോസ്റ്റിന് അടിസ്ഥാനമായിട്ട് ഞാൻ ചോദിച്ചാണ്. അപ്പോൾ അവൻ പറഞ്ഞു, അതല്ല ചേട്ടാ, ഇത് നമ്മുടെ എല്ലാവരും അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു വിഷയമല്ലേ, അതുകൊണ്ട് ഞാൻ സ്റ്റോറി ഇടുന്നു. സ്റ്റോറി ഇടുന്നതിനേക്കാൾ ഉപരി നിനക്ക് ഇതിനെപ്പറ്റി വേറെ എന്തറിയും, ഇതിൻ്റെ പാസ്റ്റ് അറിയാമോ എന്നൊക്കെ ചോദിച്ചപ്പം ഇല്ല, എനിക്കറിയത്തില്ല. അവനറിയത്തില്ല എൻ്റെ പാസ്റ്റിനെ പറ്റി എന്താണെന്ന് അറിയത്തില്ല, അല്ലെങ്കിൽ കാലാകാലങ്ങളായി അവിടെ എന്താ നടക്കുന്നത് അറിയത്തില്ല. ഞാൻ പറഞ്ഞു, പുള്ളിക്കാരെ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ്? അല്ലല്ല, പലസ്തീനെ സപ്പോർട്ട്. അപ്പം പക്ഷേ ഞാൻ പറഞ്ഞത് യു ആർ ഡൂയിങ് എ ഗുഡ് തിങ്. പക്ഷേ ഇപ്പം പിന്നെ ഞാൻ അവൻ്റെ അടുത്ത്, ബിക്കോസ് ഞാൻ അവന് ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ഐ വിൽ ബിക്കം എ തന്ത വൈബ്. കാര്യം ഈ എന്താണോ അതിൻ്റെ പാസ്റ്റ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് മോർ ക്രൂവൽ. അവരത് റിയാക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അവരതിന് വേണ്ടിയിട്ട് ഈ യൂത്തൊക്കെ റിയാക്ട് ചെയ്യുന്നത് വേറൊരു രീതിയിലായിരിക്കും. വിച്ച് ഇൻ ടേൺസ് ഔട്ട് ചിലപ്പോൾ ഗുഡായിരിക്കും, ബാഡായിരിക്കും. പക്ഷെ ഇവർക്ക് അറിയത്തില്ല. അപ്പം അവൻ ഭയങ്കര യങ്ങാണ്. ലൈക്ക് അവൻ ഇപ്പം 10ാം ക്ലാസ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം ഞാൻ ലൈക്ക് എൻ്റെ കസിനാണ്. അപ്പം എനിക്കറിയാം അവൻ്റെ തോട്ട് എങ്ങനെയാണ് ഇപ്പോൾ പോകുന്നത്, ഹൗ ഇറ്റ് ഡീവിയേറ്റ്സ്, ഹൗ ഇറ്റ് വർക്ക്സ്. ബട്ട് അവനതിൻ്റെ പാസ്റ്റ് അറിയത്തില്ല. ഞാൻ പറഞ്ഞു, നീ ചെയ്യുന്ന സംഭവം കറക്റ്റാണ്, പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതവിടെ മനസ്സിലാക്കുന്നില്ല. വേറൊരാൾ ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയാൻ ഉണ്ടാവണം. ആ കാര്യം നിനക്കത് ബുദ്ധിമുട്ടായി വരും. പിന്നെ നീ അത് അഡ്രസ്സ് ചെയ്യുന്നത് അപ്പോൾ റിബലായി മാറും. അപ്പോൾ ഇതെല്ലാം ലൈക്ക് എന്താ ഒരു പാർട്ട് ഓഫ് സൊസൈറ്റി. കുറേ ആൾക്കാർക്ക് അറിയില്ല ഈ പലസ്തീൻ വാർ, പലസ്തീൻ ഇസ്രായേലുള്ള പ്രശ്നങ്ങൾ കുറേ ആൾക്കാർക്ക് ഹിസ്റ്ററി ശരിക്കും അറിയില്ല. ഇത് ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യുന്ന കുറേ ആൾക്കാർക്ക് തന്നെ അറിയില്ല. ആൾക്കാർ മരിച്ചു വീഴുന്നത് കാണുന്നു, അത് അതെ. ഇത് ചേട്ടാ, ഇനിയിപ്പോൾ ഞാനിതിൽ ഇപ്പോഴും ഈ മെൻ്റലി സ്ട്രഗിൾ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടാവും പല വിധത്തിലും. ഓക്കെ, ഇന്നത്തെ കാലത്ത് ഇപ്പോൾ കൂടിക്കൂടി വരികയാണ്. ഈ നമ്മളിങ്ങനെ കംഫർട്ട് ലൈഫ് ജീവിച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം ചെറിയ കാര്യങ്ങളും മതിയാവും നമുക്ക് ഡിപ്രസ്ഡ് ആവാനും ആൻസൈറ്റി വരാനും എല്ലാം കൂടെ. അപ്പോൾ ഇതിന് ഒരു സൊല്യൂഷൻസൊക്കെ പറയുകയാണെങ്കിൽ ചേട്ടൻ എടുക്കുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ലൈക്ക് നിങ്ങൾ മാരീഡാണ്, വൈഫ് ഇവിടെ ഉണ്ട്, എന്നാലും ചില നേരങ്ങളിൽ ചേട്ടന് ഒറ്റയ്ക്ക് ഇരിക്കണം എന്നൊക്കെ തോന്നാറുണ്ടോ? ലൈക്ക് വേറെ എവിടെയെങ്കിലും മാറി ഒന്ന് ഇരിക്കണം കുറച്ച് മണിക്കൂറുകളൊക്കെ, ആ ഒരു ഇൻട്രോവേർട്ട് തോട്ട്സ് ഒക്കെ വരാറുണ്ടോ? ഇൻട്രോവേർട്ട് തോട്ട്സ് എനിക്കിതുവരെ വന്നിട്ടില്ല. കാര്യം ഞാൻ അങ്ങനെ സെൽഫ് ഐസൊലേറ്റഡ് ആയിട്ടില്ല, പക്ഷേ ഞാൻ അങ്ങനെ ഐസൊലേറ്റഡ് ആയി പോയിട്ടുള്ള ഒരാളാണ്. അപ്പം ആ ഒരു ലോൺലിനെസ്സും ഐസൊലേഷനും ഞാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തായാലും I tend to come out, automatically tend to come out. അതിൻ്റെ ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ നമ്മൾ വളർന്നു വരുന്ന ഒരു സാഹചര്യമാണ്. നമ്മളെല്ലാവരും ഇപ്പം നിങ്ങൾക്കായാലും അറിയാം, ഞാൻ ഇടിച്ചു കയറി സംസാരിക്കുന്ന ഒരാളാണ്. ഒരു പരിധി വരെ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഗുഡ് ഇടയ്ക്ക് കയറി സംസാരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ അനാവശ്യമായിട്ട് ഇപ്പം നിങ്ങൾ പേഴ്സണലി നിങ്ങളുടെ സ്പേസിലേക്ക് കയറി ഇടിച്ചു കയറി വരും വിത്തൗട്ട് പെർമിഷൻ. അപ്പം അത് ഒക്കെ മോശമാണ്. എന്നാൽ പോലും ഈ പറയുന്ന കണക്ക് ലോൺലിനെസ്, ഐസൊലേഷനൊക്കെ ഞാനും ശ്രമിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇപ്പം ഞാൻ ശ്രമിക്കാറില്ല. പക്ഷേ മെൻ്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം സന്തോഷം തരുന്ന കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് നമ്മൾ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ നമുക്ക് മെൻ്റലി നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഒരു കാലത്ത് വരെ നമ്മൾ ഭയങ്കരമായിട്ട് ഈ പറയുന്ന നമുക്ക് ഫുട്ബോളിന് ഫോളോ ചെയ്യുന്ന പറഞ്ഞേ ഈ മെസ്സി ക്രിസ്ത്യാനോ ഫൈറ്റിങ് ഭയങ്കരമായിട്ട് ഇങ്ങനെ കൂടി നിൽക്കുന്ന സമയത്ത് കഴിഞ്ഞ 2022 ഇപ്പം മെസ്സി ഫൈനൽ കപ്പടിക്കുക. ഞാൻ ഇതിനു മുമ്പ് നിങ്ങളുടെ കൂടെ പറഞ്ഞിട്ടുണ്ട് ഒരു ടോപ്പിക്കിൽ, മെസ്സി ഫൈനൽ കപ്പടിക്കുകയാണ്. ആൻഡ് ആസ് എ ക്രിസ്ത്യാനോ ഫാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓക്കെ, മെസ്സി ഈസ് അച്ചീവിങ് ദിസ് തിങ്. അത് പിന്നെ ഓഫ് കോഴ്സ് അത്രയും നാളെ നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് ഫാൻ ഫൈറ്റ് കളിച്ചവരുടെ അവർക്കൊരു ഭയങ്കര മേൽക്കൈ കിട്ടുകയാണ്. അപ്പം പിന്നെ ആ ഏരിയയിലോട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല. ലിറ്ററലി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫേസ്ബുക്ക് തുറന്ന് അല്ലെങ്കിൽ വാട്സപ്പ് തുറന്നു കഴിഞ്ഞാൽ അങ്ങനത്തെ ഗ്രൂപ്പുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഊക്ക്, കളിയാക്ക്. ഈ ഊക്കുന്ന വാക്കിനോട് എനിക്ക് പൊളിറ്റിക്കലി ഞാൻ ഹാപ്പി അല്ലാത്തൊരു വാക്കാണ്. എന്നാൽ പോലും ഇപ്പോൾ അത് പറയുകയാണ്, നമ്മളെ ഏറി കയറ്റുക, ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടല്ലോ. ആൻഡ് ഇറ്റ് ഗിവ്സ് എ കൈൻഡ് ഓഫ് ഭയങ്കരമായ മെൻ്റൽ ഡിപ്രഷൻ തരും.
അപ്പം ഞാനത് ഓർത്ത എപ്പോഴാണെന്ന് അറിയാമോ, മെസ്സി കോപ്പ അമേരിക്ക തോറ്റിട്ട് മെസ്സി കരഞ്ഞ് ഇറങ്ങിയ സമയത്ത് ഞാൻ എൻ്റെ കൂടെയുള്ള മെസ്സി ഫാൻസിനെ കളിയാക്കിയതും അന്നേരം ഞാൻ ആലോചിച്ചു, അയ്യോ അവന്മാർ അന്ന് എങ്ങനെയായിരിക്കും അതിനെ കോപ്പ ചെയ്ത്, അവന്മാർക്ക് ഇത്രയും നാളെടുക്കേണ്ടി വന്നു മെസ്സി അടുത്ത കോപ്പ അടിക്കുന്നത് വരെ അവന്മാർ ആ മെൻ്റൽ ഇതും കൊണ്ടാണ് നടന്നത്. അപ്പം ഞാൻ മെസ്സി വേൾഡ് കപ്പ് അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ അടുത്ത വേൾഡ് കപ്പ് 2026 വരെ ക്രിസ്ത്യാനോ അടിക്കുമോ എന്ന് പോലും അറിയത്തില്ല, എന്നാൽ പോലും അന്ന് വരെ വെയിറ്റ് ചെയ്യണം. അപ്പം ആ ഒരു 4 വർഷം ലൈക്ക് ഹൗ ഇറ്റ് വിൽ ബി. അപ്പോൾ തന്നെ ഞാൻ ഫൈനലായപ്പോൾ തന്നെ ഞാനൊരു തീരുമാനം എടുത്തു, ഇനി ഞാൻ ഫുട്ബോളിനെ സമീപിക്കുന്ന ഒരു രീതി വേറെ ആയിരിക്കും. അതുകൊണ്ടാണ് ലൈക്ക് ഞാനിപ്പോൾ അങ്ങനത്തെ ഫാൻ ഫൈറ്റ് ഗ്രൂപ്പുകളൊന്നുമില്ല, ആകെ ഞാൻ ഒരു ഫുട്ബോൾ ഗ്രൂപ്പിലേ ഉള്ളൂ. അത് ഞാനെടുത്ത ഡിസിഷനാണ്. നീ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമാണ്. ഞാനെടുത്ത തീരുമാനമോ ഗെറ്റ് അവേ ഫ്രം ദോസ് കൈൻഡ് ഓഫ് നെഗറ്റീവ് പീപ്പിൾ. ലൈക്ക് അങ്ങനത്തുള്ള കളിയാക്കലുകൾ അഥവാ അങ്ങനത്തെ ഒരു ഡിസ്കഷൻ വന്നു കഴിഞ്ഞാൽ പോലും ഞാൻ അതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് മാറി നിൽക്കാൻ ശ്രമിക്കും. ബിക്കോസ് ഇറ്റ് ഗീവ്സ് ഒരു പീസ് ഓഫ് മൈൻഡ് തരും. നമുക്കാണെങ്കിൽ ഭയങ്കര നമ്മൾ ഓക്കെ ആയിരിക്കും. സോ ആൻഡ് നമ്മളങ്ങ് റിയലൈസ് ചെയ്യും, ഈസ് ഓൾസോ എ ഗ്രേറ്റ് ഫുട്ബോളർ എന്നുള്ള അത്രയും നാൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാത്ത ചില ഫാക്ട്സ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങണം. അതൊരു എക്സാമ്പിൾ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന കണക്ക് സൊസൈറ്റി അങ്ങനെയാണ്, എനിക്ക് എൻ്റെ വഴി എന്നുള്ളൊരു റിയലൈസേഷൻ എപ്പോഴും വേണം. ആൻഡ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് പീപ്പിൾ. അല്ലാണ്ട് ഇപ്പം നമ്മളെല്ലാവരെയും മനസ്സിലാക്കി അവരുടെ എല്ലാ ക്വാളിറ്റീസും മനസ്സിലാക്കിയിട്ട് നമ്മൾ അവരുടെ ഇടപഴകാൻ നിന്ന് കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കത്തില്ല. എല്ലാവർക്കും അവരുടേതായ പോസിറ്റീവ്സ് കാണും, എല്ലാവർക്കും അവരുടേതായ നെഗറ്റീവ്സ് കാണും. ഈ നെഗറ്റീവ്സ് ആണ് നമ്മളെ ബാധിക്കുന്നത്, നമ്മളെ ടോർച്ചർ ചെയ്യുന്ന സാധനം. ആ സാധനം കീപ്പ് എവേ ഫ്രം ദം. അല്ലെങ്കിൽ ഐ മീൻ നമ്മൾ അവരിൽ നിന്ന് എവേ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ പറയുക ലൈക്ക് എടാ എനിക്ക് താല്പര്യമില്ല അല്ലെങ്കിൽ എങ്ങനെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ. പിന്നെ മാക്സിമം എന്താ പറയുക, നമ്മൾ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അവന് അതിനെപ്പറ്റി ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കും എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ ഒരു മുൻവിധി വെച്ച് സമീപിച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും. ഞാൻ അതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ നിങ്ങൾ തരേണ്ട ഒരു അഡ്വൈസ് ഉണ്ട്. ലൈക്ക് നിങ്ങൾ ഇപ്പോൾ ചേട്ടൻ മാരീഡ് ആയിട്ട് എത്ര വർഷമായി? 9 വർഷം. 9 വർഷം നിങ്ങൾ ഒരു കുട്ടിയുണ്ട് ചേട്ടന്. കുട്ടി എത്രയായി ഇപ്പോൾ? അവന് 9 മാസമായിരുന്നു. 9 മാസം. ചേട്ടൻ എല്ലാ കാര്യങ്ങളും ഈ 9 വർഷത്തിൽ ചേച്ചിൻ്റെ അടുത്ത് ഷെയർ ചെയ്യുമോ? ലൈക്ക് എല്ലാ കാര്യങ്ങളും ഞാൻ ചോദിച്ചത് നിങ്ങളെ സങ്കടപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയർ ചെയ്തു പോകും. ഞാൻ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെ ഷെയർ ചെയ്യുന്ന ഞാൻ അങ്ങനെ ഒരാളാണ്. ഞാൻ എല്ലാവരുടെ ഷെയർ ചെയ്യുന്ന വ്യക്തിയാണ്. നിങ്ങളുള്ളിൽ ഒരു സീക്രറ്റും എനിക്ക് തോന്നുന്നില്ല. ഇല്ല, ഒരു സീക്രറ്റും ഇല്ല. ഞാൻ കൂടുതൽ കയ്യിൽ നിന്നിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. ഓക്കെ, ഇനി വെൻ ഇറ്റ് കംസ് ടു മണി നിങ്ങൾ അത് ഡിസ്കസ് ചെയ്യാറുണ്ടോ? മണി ഡിസ്കസ് ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഞ്ച് ബൈ ഇഞ്ച് ഒന്നും ഡിസ്കസ് ചെയ്യാറില്ല. പക്ഷെ ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാനാണെങ്കിൽ ചില അലമ്പുടായ്പകളെ ദൂർത്തുകളൊക്കെ കാണിക്കുന്ന സമയത്ത് ഐ ട്രൈ ടു എസ്കേപ്പ് ഇറ്റ് ഫ്രം ഹെർ. പക്ഷെ പിന്നെ എപ്പോഴെങ്കിലും ഒരു ചാൻസ് കിട്ടുമ്പോഴത്തേക്ക് ഞാൻ പറയും. അപ്പോൾ അവൾ പറയാം എനിക്കതൊന്നും മനസ്സിലായിരുന്നു പറയാം. ബിക്കോസ് മേ ബി ഷീ ഈസ് കാൽക്കുലേറ്റിംഗ് ഇറ്റ് ഇൻ ഇഞ്ച് ബൈ ഇഞ്ച്. അതെനിക്ക് അറിയത്തില്ല. ബിക്കോസ് എന്താ പറയുക, വെൻ ഇറ്റ് കംസ് പിടിക്കാറില്ല അങ്ങനെ. അവൾ എന്നെ അങ്ങനെ പിടിക്കാറില്ല. ബിക്കോസ് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. ബിക്കോസ് ഞാനിപ്പം എന്താ പറയുക, എൻ്റെ ഒരു ലക്ഷറി അല്ലെങ്കിൽ എന്ന് പറയുന്ന സാധനമൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അങ്ങനെ ഞാൻ ഭയങ്കര ലക്ഷറീസ് ആയിട്ട് ഒന്നിനും അങ്ങനെ സ്പെൻഡ് ചെയ്യാറില്ല. പക്ഷേ ചില സാധനം എനിക്ക് തോന്നാറുണ്ട് ലൈക്ക് അതെനിക്ക് കിട്ടിയാൽ കൊള്ളാം, മേടിച്ചാൽ കൊള്ളാം എന്ന് തോന്നുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ദെയർ വിൽ ബി എ കമ്മ്യൂണിക്കേഷൻ. ആ കമ്മ്യൂണിക്കേഷന് ശേഷം അതിപ്പം അത്യാവശ്യമാണോ ആവശ്യമാണോ എന്നുള്ളൊരു സാധനം വരും. അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ ദെർ ഈസ് നോ കമ്മ്യൂണിക്കേഷൻ, പിന്നെ അതിനകത്ത് ഫർദർ കമ്മ്യൂണിക്കേഷൻ ഇല്ല. പക്ഷേ ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിക്കും. ആവശ്യമില്ല, അത് എപ്പോഴെങ്കിലും മതിയല്ലോ എന്നുള്ള. അപ്പം അങ്ങനത്തെ ഉള്ള കമ്മ്യൂണിക്കേഷൻസ് തീർച്ചയായിട്ടും, പ്രത്യേകിച്ച് മെറൈറ്റ് അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ടുള്ള റിലേഷനിൽ കമ്മ്യൂണിക്കേഷൻ ഒരു മുഖ്യ ഘടകമാണ്. അത് ഏറ്റവും മെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പേഴ്സണൽ ലൈക്ക് അവരുടെ ഫാമിലിയായിട്ട് ഏറ്റവും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുമായിട്ടും നമ്മളെ ഏറ്റവും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുമായിട്ടുള്ള റിലേഷൻസ് ഭയങ്കര ഒരു ബോണ്ടിൽ കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആൻഡ് ഐ ട്രൈ ടു ഡു ലൈക്ക് എന്താ പറയുക, ഒരു ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെൻറ്റ്. പണ്ട് മോഹൻലാലിൻ്റെ ഏതൊരു ഇൻ്റർവ്യൂന്ന് കിട്ടിയ വാക്കാണ് ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെൻറ്റ്. അങ്ങനെ അവിടെ എടുത്ത് ഉപയോഗിച്ചൊരു സാധനം. അപ്പം അതാണ് എപ്പോഴും നല്ലത്. നമ്മൾ ഒന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുക, ബട്ട് സ്റ്റിൽ വി ഹാവ് അറ്റാച്ച്മെൻറ്റ് എന്നുള്ളൊരു ഇല്ല. അപ്പോൾ നമ്മൾ ഒരുപാട് അങ്ങ് അറ്റാച്ച്ഡ് ആയി കഴിഞ്ഞാൽ എല്ലാത്തിനും നമ്മൾ കയറി ഇടപെടുക, നമ്മളത് ബാധിക്കുന്നൊരു വിഷയമൊക്കെ വരും. സോ ആ ഒരു കൈൻഡ് ഓഫ് സമീപനമാണ് വേറെ പല കാര്യങ്ങളിലും വരുമ്പോഴത്തേക്ക്, ഫാമിലി മാറ്റേഴ്സിലൊക്കെ വരുമ്പോഴത്തേക്ക്. അപ്പോൾ ഇത് നിങ്ങളെ മെൻ്റൽ ഹെൽത്തിനെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. ലൈക്ക് നിങ്ങൾ മാരേജ് ചെയ്യുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന പല മെൻ്റൽ പ്രോബ്ലംസും പിന്നെ മാരേജ് കഴിഞ്ഞപ്പോൾ ചേച്ചി അടുത്തുണ്ടായപ്പോൾ അതൊരു പ്രശ്നമില്ലാതായി മാറി. കമ്മ്യൂണിക്കേറ്റ് എനിക്ക് ലൈക്ക് ഞങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നു. അപ്പോൾ ഞാൻ പ്രേമിച്ച് തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരാളായി.
ഓക്കെ, മനസ്സിലായില്ലേ? ഇപ്പോൾ നമുക്ക് പല കാര്യങ്ങളും അനിയൻ്റെ അടുത്ത് പറയാൻ പറ്റില്ല. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ക്ലോസ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിയനുണ്ട്, പിന്നെ എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ട്. അവരുടെ അടുത്തൊക്കെ നമുക്ക് ചില കാര്യങ്ങൾ നമ്മുടെ ഈ പറഞ്ഞ കണക്ക് പേഴ്സണൽ സോറോസ്, നേരത്തെ ഫാരിസ് പറഞ്ഞ കണക്ക് നമുക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. ഇങ്ങനെ ഇപ്പോൾ അനിയൻ്റെ അടുത്തോ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തോ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത് കണ്ണാപ്പി എന്ന് പറയുന്ന കൈൻഡ് ഓഫ് സാധനങ്ങളുണ്ട്. പക്ഷെ അത് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കുന്ന വിഷയങ്ങളാണ്. അത് ഞാൻ എൻ്റെ ഭാര്യ അടുത്ത് പറയും. അതേപോലെ ചേട്ടാ, ഈ പല ആൾക്കാരും പറയുന്നൊരു കാര്യമാണ്, നിങ്ങളെ പഴയ പ്രണയത്തെക്കുറിച്ച് അത് ബ്രേക്കപ്പാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും അതിനെക്കുറിച്ച് നിങ്ങൾ മാരീഡ് ചെയ്ത ആളാണെങ്കിൽ വൈഫിൻ്റെ അടുത്ത്, പാർട്ട്ണറിൻ്റെ അടുത്ത് ഷെയർ ചെയ്യരുതെന്ന് പറയാറുണ്ട്. എൻ്റെ അടുത്ത് അതിൻ്റെ ഒപ്പീനിയൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇഫ് യു ആർ ഹാവിങ് ആൻ അറേഞ്ച്ഡ് മാരേജ്, അതിനെയൊക്കെ നിങ്ങൾ ഇതിൻ്റെ പരിപാടി മൊത്തം മടക്കി കെട്ടി കഴിഞ്ഞതിന് ശേഷമേ കല്യാണം കഴിക്കാൻ പോവുള്ളൂ. അറേഞ്ച് മാരേജ്. അതെ, ഓക്കെ. അഗെയിൻ ലവ് മാരേജ് ആണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് യു ഹാഡ് എ പ്രീവിയസ് ലവർ എന്നുള്ളത് അവരുടെ അടുത്ത് പറഞ്ഞിട്ട് വേണം, അതെല്ലാം പറഞ്ഞു വെച്ചിട്ട് വേണം. പിന്നെ നിങ്ങളുടെ ലൈഫിൽ അതൊരു ഇടയിൽ വരാൻ പാടില്ല ആ ഒരു രീതിയിൽ. പക്ഷെ അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിൽ യു ഹാവ് ടു ഡീൽ ഇറ്റ് ബൈ യുവർ സെൽഫ്. എനിക്ക് അറിഞ്ഞോളാം എങ്ങനെയാണെന്ന്. അറേഞ്ച് മാരേജ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവൾ ചോദിക്കുകയാണ്, ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ അറേഞ്ച് മാരേജ് ഇപ്പോൾ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് പഴയ ലവ് വല്ലതും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ജസ്റ്റ് വേഗമായിട്ട് പറഞ്ഞ് പോകാൻ നിങ്ങളെ മെൻ്റലി നിങ്ങൾ റെഡി ആവുക. എനിക്ക് കോളേജിൽ വെച്ചിട്ടുണ്ടായിരുന്നു, പേര് പറയാനോ അല്ലെങ്കിൽ ഞാനോ അവളും കൂടെ പണ്ട് അവിടെ പോയി ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടെന്ന് പറയാനോ എന്നൊന്നും ഡീറ്റെയിലിങ്ങിലേക്ക് പോകരുത്. ജസ്റ്റ് സേ, കള്ളം പറയുന്നില്ല നമ്മൾ, വി ആർ നോട്ട് സി ബട്ട് ഡോണ്ട് എക്സ്പ്ലെയിൻ. എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് അതാണ്. ലൈക്ക് നമ്മൾ പറയുക ഓക്കെ ഉണ്ടായിരുന്നു. അത് അങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മളൊരു ഭാരം ഇറക്കി വെക്കുകയാണ്. ഇല്ലെങ്കിൽ നമ്മൾ അതും കൊണ്ട് ഇങ്ങനെ നടക്കണം, അയ്യോ പൊക്കുമോ എന്നുള്ളൊരു ഇത്, ഞങ്ങൾ പറഞ്ഞില്ലല്ലോ എന്നുള്ളൊരു ഇത്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ. പക്ഷേ ഒരുവിധം കേസിലൊക്കെ അത് വർക്കിംഗ് ആണ്. പക്ഷേ എനിക്കും അറിയുന്ന ഒരാൾ നിക്കാഹ് കഴിഞ്ഞ ഉടനെ ഇവൻ്റെ സ്റ്റോറീസ് കല്യാണമല്ല പാസ്റ്റ് മൊത്തം പറഞ്ഞു വിറ്റ ദിവസം അത് ഡിവോഴ്സ്ഡായി. ഒരു ചെറിയ ഗ്യാപ്പിൽ തന്നെ ഡിവോഴ്സ് ആയി. കുട്ടിക്ക് അത് താങ്ങാൻ പറ്റില്ല. അതെ, ബിക്കോസ് അവന്റെ മനസ്സിൽ അത് ആ പഴയ റിലേഷൻ അത്രയും സ്ട്രോങ് ആയിട്ട് ഇപ്പോഴും ഉള്ളതുകൊണ്ടല്ലേ അവയായിരുന്നു ഫുള്ള് കഥ പറയുന്നത്. അത് മണ്ടത്തരമാണ്. ഇവൻ വിചാരിച്ചിട്ടുണ്ടാവും, ഇനി ഇവള് എന്റേതല്ലേ, എനിക്കൊന്നും മറച്ചു വെക്കണ്ട, മനസ്സ് ട്രാൻസ്പെറന്റ് ആവട്ടെ. ഞാൻ പറയുമ്പോ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ എക്സ്പീരിയൻസിൽ ഞാൻ ഇങ്ങനത്തെ ഡിസ്കഷൻ, നമ്മളിപ്പോ പല ഫ്രണ്ട് സർക്കിളിലുള്ള ആൾക്കാരാണ്. ഏത് ഫ്രണ്ട് സർക്കിളിൽ പോയിട്ട് ഇങ്ങനത്തെ ഡിസ്കഷൻ വരുന്ന സമയത്ത് അവിടെ ഇതുപോലെ മാരീഡ് ആയിട്ടുള്ള ആൾക്കാർ എപ്പോഴും 100%, ഞാൻ 99 പറയാം, 100% ആൾക്കാരും പറയുന്ന ഒരു കാര്യമാണ്, ഒരിക്കലും പറയണ്ട. ലൈക്ക് നമ്മളിപ്പോ ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്ക് ഈ ചെക്കന്മാരുടെ ഒരു മെന്റാലിറ്റിയാണ് നമുക്കുള്ളത്. പക്ഷെ ഈ ആണിന്റെ ഒരു മൈൻഡും പെണ്ണിന്റെ ഒരു മൈൻഡും രണ്ടും എൻറ്റയർലി ഡിഫറെന്റ് ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പ്രശ്നങ്ങൾ ഉണ്ടാവണതും അടി ഉണ്ടാവണതും അതിന്റെ പുറത്താണ്. ഞാൻ ഇപ്പൊ ഒരുപാട് മനസ്സിലാക്കി തുടങ്ങണുള്ളൂ. കാരണം എനിക്ക് ഇതുവരെ അങ്ങനത്തെ റിലേഷൻ ഉണ്ടായിട്ടില്ല. മെൻ ആർ ക്രിയേറ്റഡ് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങി കഴിഞ്ഞാൽ കുറെ പേരുകൾ, കുറെ ഫെമിനിസ്റ്റുകൾ എന്നെ അടുത്ത് എടുക്കാൻ വരും. പറയട്ടെ, അല്ല ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ മെൻ ആർ ക്രിയേറ്റഡ്. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ സൃഷ്ടി എന്ന് പറയുന്നൊക്കെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അത് ദൈവവിശ്വാസികൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും. പക്ഷെ അവിടെ പ്രശ്നം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇമോഷണൽ വൾണറബിലിറ്റി രണ്ടുപേർക്ക് രണ്ട് രീതിയിലാണ്. നല്ലൊരു മെജോറിറ്റിക്കും എന്താ പറയുന്നത് ഭയങ്കര വീക്കാണ്. അപ്പോൾ സ്ത്രീകൾ അത് എടുക്കുന്നൊരു രീതി, ആണുങ്ങളും അങ്ങനെ തന്നെയാണ് കേട്ടോ. ആണുങ്ങളും പക്ഷേ അത് പറയുന്ന രീതി അനുസരിച്ചിരിക്കും. ഓരോരുത്തരും പറയുന്ന രീതി അനുസരിച്ചിരിക്കും. ഇപ്പം ഞാനിപ്പോൾ പറയാം, എനിക്ക് ഒരു മുന്നേ ഒരു ലവർ ഉണ്ടായിരുന്നു, അവളുടെ പേര് ഇന്നതാണ്, അവളുടെ പേരാണ് ഞാൻ എൻ്റെ പട്ടിക്കിട്ടിരിക്കുന്നത് എന്ന് പറയുന്നിടത്ത് എന്തിനാ പട്ടിക്ക് പേരിട്ടിരിക്കുന്നതെന്നിട്ട് അവിടെ തൊട്ട് തുടങ്ങും. പിന്നെ ആ പട്ടിയെ കാണുമ്പോൾ കലിപ്പാ, മനസ്സിലായില്ലേ? അങ്ങനത്തെയൊക്കെയുള്ള ആൾക്കാരുണ്ട്. അങ്ങനത്തെ ആൾക്കാരുണ്ട്. ആ സ്ഥലം, ഇവരൊക്കെ സ്ഥലങ്ങൾ അവിടെ പോകുമ്പോഴത്തേക്ക് പിന്നെ ഹണിമൂണിന് പോയി, ഹണിമൂൺ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് വയനാട് ചുരം കയറി ഇങ്ങനെ ബാംഗ്ലൂരോട്ട് പോകുമ്പോഴത്തേക്ക് കാര്യം പറഞ്ഞത് ഞങ്ങൾ എന്നോട് ആദ്യം ട്രിപ്പ് പോകുന്നത് ഇവിടെ ഹണിമൂൺ മൂന്ന്. അപ്പോൾ സോ ലൈക്ക് ബേസിക്കലി അങ്ങനത്തൊക്കെ ഉള്ള സംഭവങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ നമ്മുടെ പാർട്ട്ണറിനെ മനസ്സിലാക്കിയതിന് ശേഷം, പ്രത്യേകിച്ച് കല്യാണത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം, രണ്ടുപേരെയും പരസ്പരം മനസ്സിലാക്കിയതിന് ശേഷം, പിന്നെ ചിലരുണ്ട് ഒളിച്ചു വെച്ചിട്ട് ഒട്ടും എന്താ പറയുന്ന മനസ്സിന് ശക്തിയില്ലാത്ത ആൾക്കാർ കുറേ നാൾ കഴിയുമ്പോൾ പൊട്ടിക്കുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ മണ്ടത്തരമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഞാൻ അവളത്ത് പറയത്തില്ലായിരുന്നു 1 വർഷം കഴിയുമ്പോഴത്തേക്ക് മൊത്തം പുറത്താക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അതൊക്കെ എന്താ പറയുക, ആ 1 വർഷത്തെ അവരുടെ റിലേഷനിടയിൽ ഉണ്ടായ ഇതുകൊണ്ട് മനസ്സിലാക്കി എടുക്കാൻ പറ്റാതെ. നമ്മൾ ആണുങ്ങൾക്ക് ഞാൻ കണ്ടൊരു പ്രശ്നം എന്താ വെച്ചിട്ടാ, സന്തോഷം വരുമ്പോൾ മനസ്സ് തുറക്കുന്ന ആൾക്കാരെ നമ്മൾ ഈ മെന്റൽ ഹെൽത്തിന്റെ അസോസിയേറ്റ് ചെയ്ത് നമ്മൾ ഈ സംഭവം കൂടെ പറയുകയാണെന്നുണ്ടെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഈ ബ്രേക്കപ്പിന് ശേഷമുള്ള സൂയിസൈഡുകൾ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ള ആണുങ്ങളാണ്. അതെ, ബ്രേക്കപ്പിന് ശേഷമുള്ള സൂയിസൈഡ് ഏറ്റവും കൂടുതലും എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രണയ നൈരാശ്യത്തിന്റെ സൂയിസൈഡൽ. ഇത് ചുമ്മാ അടിച്ചുവിടുന്നതല്ല, കേരള യൂത്ത് മിഷനോ അങ്ങനെ എന്തോ ഒരു ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ട്, ഞാൻ ഇന്ന് കണ്ടതാണ്, അതിനകത്തുണ്ട്. അപ്പം ആദ്യം ആൾദോ ഫൈസൽ പറഞ്ഞു റെഫറൊന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞെങ്കിലും ഞാൻ ഫൈസലിൻ്റെ അടുത്ത് പറഞ്ഞ കുറേ പോയിന്റ്സ് ഉണ്ട്. അത് കറക്റ്റാണോ എന്ന് എനിക്കൊന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടി ഞാൻ തുറന്നു നോക്കിയപ്പോഴത്തേക്ക് അതിനകത്ത് കണ്ടാണ് പ്രണയ നൈരാശ്യം കൊണ്ടുള്ള ആത്മഹത്യയിൽ ഏറ്റവും കൂടുതൽ അതിലും അത് ഭയങ്കര ഹൈ ആണ് ഡിഫറൻസ്. ആ ഒരു പെർസെൻറ്റേജ് വേരിയേഷൻ ഭയങ്കര ഹൈ ആണ്. ആണുങ്ങളാണ് കൂടുതലും ചെയ്തിരിക്കുന്നത്. അത് നല്ല വേരിയേഷൻ ഉണ്ട്. അത് എന്തുകൊണ്ട് നമ്മളാണ് മനസ്സ് കൂടുതൽ കൊടുത്തോണ്ടാണ്. അതെന്താ മെന്റലി ഭയങ്കര കേപ്പബിൾ ആണ് സ്ത്രീകൾ പൊതുവേ. ആണുങ്ങൾക്കും പെട്ടെന്ന് മൂവ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ ആണുങ്ങൾ അവിടെ അതിൽ സ്റ്റക്ക് ആവും. ആണുങ്ങൾ അത് കൊണ്ട് ജനറലി പറയല്ല, പക്ഷെ കൈൻഡ് ഓഫ് മെജോറിറ്റി അങ്ങനെയാണ്. എനിക്ക് മനസ്സിലാക്കിയെടുത്തോളാം. അല്ല, രണ്ടാൾക്കും മെന്റലി പ്രശ്നമുണ്ട്, പക്ഷെ ഇൻവെസ്റ്റ്മെന്റ് കൂടുതൽ ഇതിൽ വരുന്നുണ്ട് റിലേഷനിൽ. ആരാണോ അവരാണ് അതിൽ കൂടുതൽ വേദനിക്കാൻ പോകുന്നത്. ലൈക്ക് ടൈം, ഞാൻ പറഞ്ഞല്ലോ, ഒരു പയ്യൻ ടൈം, പിന്നെ പല വിധത്തിലും ഒരാൾ നന്നായിട്ട് വർക്ക് ചെയ്തു എന്ന് വിചാരിച്ചോ ഒരു റിലേഷനിൽ, ആ ആൾക്കേ നന്നായിട്ട് വേദനിക്കുള്ളൂ എങ്ങനെയായാലും. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആ ഒരു കാര്യത്തിൽ അതുകൊണ്ടാവും ആണുങ്ങൾ കൂടുതലായിട്ടുണ്ടാവും. എന്താ വെച്ചാൽ കേരളത്തിലെ പെൺകുട്ടികൾ പൊതുവെ ഫിനാൻഷ്യലി ആണുങ്ങളാണ് മുമ്പോട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലും ഗിഫ്റ്റ്സ് കൊടുക്കാനും ഇങ്ങനത്തെ കാര്യങ്ങൾ. ഇന്നാളിപ്പോൾ ഒരു പയ്യൻ ഫീ അടച്ചു, പിന്നെ അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഈ കുട്ടിക്ക് വേറൊരു റിലേഷൻ ഉണ്ടായി. അങ്ങനെയാണ്. അതുകൊണ്ടല്ലേ ഷുഗർ ഡാഡീസും ഷുഗർ മമ്മീസും ഉണ്ട് ഇപ്പോഴും, പക്ഷെ ഷുഗർ ഡാഡീസ് ആവും കൂടുതൽ ലോകത്ത്. അതെ. അപ്പോൾ ലൈക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ട്. പിന്നെന്നാ ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് നമുക്ക് ചെയ്യാം അരിയേട്ടാ. പിന്നെ അപ്പോൾ എന്നാ ഇനി നമുക്ക് വൈൻഡപ്പ് ചെയ്യല്ലേ? വേറെ എന്തെങ്കിലും ഉണ്ടോ അരിയേട്ടൻ? എന്തെങ്കിലും പറയാനുണ്ടോ? വേറെ ഇപ്പം അല്ല തക്കൊന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ, ലൈക്ക് എന്താ പറയുക, പെണ്ണുങ്ങളല്ല പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ നിശ്ചയം പറഞ്ഞത് പോയിന്റ് ആണ്. ലൈക്ക് മൂവ് ഓൺ കുറച്ചുകൂടി കാലം ഹോൾഡ് ഓൺ ചെയ്യും, പക്ഷെ അത് പോയി കഴിഞ്ഞാൽ പിന്നെ പെണ്ണുങ്ങൾക്ക് അത് തിരിച്ചു വരൂല. പക്ഷെ ആണുങ്ങൾക്ക് പിന്നെയും ഞാൻ മനസ്സിലാക്കിയത്. ഈ ഇറങ്ങുന്ന ഇപ്പൊ ഈ നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങളായാലും സിനിമകളായാലും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, എല്ലാത്തിനും പ്രണയ നൈരാശ്യം എന്ന് പറയുമ്പോഴത്തേക്ക് കാമുകനെ റെഫർ ചെയ്തിട്ടാണ്. പണ്ട് തൊട്ട് ഇപ്പോൾ ചെമ്മീനകത്തായാലും നിരാശ കാമുകനാണ്, മനസ്സിലായില്ലേ? ഇപ്പം കടപ്പുറത്തൂടെ പാടിപ്പാടി നടക്കുന്ന തകഴിയുടെ ഏറ്റവും പ്രശസ്തമായ കൃതി ചെമ്മീൻ. പിന്നെ ഇന്നിപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയപ്പോൾ നമ്മുടെ ഗുരുവായൂർ അമ്പല നടയിൽ എന്ന് പറയുന്ന സിനിമയെ കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾ കണ്ടില്ല? അപ്പോൾ ഞാൻ കണ്ടിട്ടില്ല. നീ കണ്ടോ? അതിനകത്ത് ബേസിൽ ജോസഫ് പഴയ അത് മാറിയിട്ടില്ല. ആ വേ ഓഫ് മേക്കിംഗ് സെയിം ആണ്. അതെ, കഥകളായാലും ആണുങ്ങളാണ് കരയുന്നത് അല്ലേ, നൈരാശ്യത്തില് പെട്ട് കിടക്കുന്നത്. പെണ്ണുങ്ങൾ ഓവർകം ചെയ്ത് വേറെ കല്യാണം കഴിച്ച് പോകും എന്നുള്ളൊരു ദാറ്റ് ഡസൻ മീൻ പെണ്ണുങ്ങൾക്ക് ആ ഒരു വിഷമം ഇല്ലെന്നല്ല, പക്ഷെ ഐ തിങ്ക് ആണുങ്ങൾക്കാണ് കൂടുതലും. എനിക്ക് പറയുമ്പോൾ കുഞ്ചാക്കോ ബാബുവിനെ ഓർമ്മയുണ്ട്. പുള്ളിക്കാരൻ്റെ ഒക്കെ ഒരുപാട് പടങ്ങളുണ്ട് ആ ഒരു 2000-ന്റെ ഒക്കെ ബിഗിനിങ്ങിലും അതിന്റെ മുമ്പൊക്കെ ആയിട്ടുള്ള അല്ലേ പ്രണയത്തിന്റെ പ്രണയ നൈരാശ്യവും പ്രണയവും. ലൈക്ക് ചേട്ടാ ഒരു കാര്യം പാടിയും, മൂവീസ് ഈ പ്രണയത്തിൽ വന്ന സൂയിസൈഡ് ചെയ്ത മൂവീസ് ഒരുപാടുണ്ട്. പ്രണയം നടക്കാതെ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്ത പല വിധത്തിൽ. ആ മൂവീസ് അങ്ങനെ ഇറങ്ങിയ മൂവീസ് നല്ല മുമ്പായിരുന്നു കൂടുതൽ അതിലെ. ആ മൂവീസ് ഒരുപാട് ആൾക്കാരെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടാവില്ല, തൂങ്ങി മരിക്കാനും മറ്റേ സൂയിസൈഡ്. ഒരുപാട് അന്യ റസൂലൊക്കെ ഉണ്ടല്ലോ. സിനിമ മാത്രമല്ല, ലൈക്ക് എന്താ പറയുന്ന സിനിമ കൃതികളൊക്കെ ഈ പലതിനും ടെംപ്റ്റേഷൻ തരുന്ന ഒരു കാര്യമല്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം വൺസ് ഇത് നടന്നു കഴിഞ്ഞിട്ട് അതിന്റെ ഭാവന ഉൾക്കൊണ്ടാണല്ലോ ഓരോരുത്തർ ഇതെല്ലാം എഴുതി വെക്കുന്നത്. അപ്പം അതെ. പക്ഷെ എന്താ പറയുന്നത്, പക്ഷെ വേറൊന്നും ഇപ്പൊ ഇങ്ങനത്തെ സിനിമയിലൊക്കെ കാണാം. അപ്പൊ ഇതിന്റെ ക്ലൈമാക്സിൽ അറിയാലോ, അപ്പൊ ഇതിലൊന്നും വലിയ കാര്യമില്ല എന്നുള്ള രീതിയിലൊക്കെ കൂടെയാണ് പടങ്ങൾ കൂടുതൽ അവസാനിക്കുന്നത് അല്ലേ. അതായത് അവര് മരിച്ചാലും അവർക്ക് പോയി ബാക്കിയുള്ള ലൈഫ് അവിടെ എല്ലാവരും മൂവ് ഓൺ ചെയ്തു എന്നുള്ള രീതിയിലാണ് ഇങ്ങനത്തെ സിനിമകളൊക്കെ ലൈക്ക് ഇൻ ദ എൻഡ് അവർ കാണിക്കുന്നത്. എല്ലാ പടത്തിലും പോസിറ്റീവായിട്ടും വരാം, ഹാപ്പി എൻഡിങ് ആണ് എല്ലാ പടത്തിലും. ജീവിതത്തിൽ അങ്ങനെ ആവുന്നത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. ഒരിക്കലും നടക്കാത്തൊരു സംഭവമാണ് സിനിമയിൽ നടക്കുന്നത്. എന്താണ് അത് ഒരിക്കലും ഒരുപാട് ആൾക്കാർ ആ പൊട്ടത്തരം ചെയ്യുന്ന ആൾക്കാരെ എനിക്ക് പേഴ്സണലി അറിയാം.
അവരെ ലൈഫുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സ്റ്റോറിയോ സ്റ്റാറ്റസോ വന്നിട്ടുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെയൊക്കെ ചെയ്യുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ലൈക്ക് അതല്ല സംഭവം കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയ പല കാര്യങ്ങളും ഉണ്ട് ലൈഫിൽ. എനിവേ നമുക്ക് യൂറോ കപ്പ് സെമി കാണേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വേറൊരു എപ്പിസോഡ് ഇരിക്കാം. അരിയേട്ടനോട് ഇനിയിപ്പോൾ ഇൻട്രോഡ്യൂസ് അരിയേട്ടനെ ഇനിയിപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാം. പിന്നെ മൂപ്പരോട് ഇനി താങ്ക്സ് ഒന്നും പറയേണ്ട ആവശ്യമില്ല, ഇടക്കിടക്ക് വരുന്നോണ്ട്. ഓക്കെ അരിയേട്ടാ, അപ്പം ഇനി വേറെ എപ്പിസോഡിൽ കാണാം. ഓക്കെ പിന്നെ 500K ആയിന് താങ്ക്സ്. അരിയേട്ടൻ്റെ വക പഫ്സ് ഒക്കെ ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് കേക്ക് കട്ട് ചെയ്തപ്പോൾ ചെറിയ പരിപാടിയല്ല. അതെ, താങ്ക്സ് ഗൈസ്. ഓക്കെ ബൈ.